പ്രശാന്ത സുന്ദരമായ ഈ നല്ല സന്ധ്യാവേളയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ല ദേശവാസികൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പറയുവാനുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം ഇതെൻ്റെ സ്വന്തം ദേശം തന്നെയാണല്ലോ. എങ്കിൽ തന്നെയും സമയത്തിൻ്റെ പരിമിതി വളരെ വൈകിയിരിക്കിയാൽ ഞാൻ അധികമായിട്ട് ഒന്നിലും കടക്കുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ അധികമായിട്ട് പലതിലും കടന്നു പോകുന്ന ഒരു സ്വഭാവക്കാരനുമാണ്. പ്രിയ ജോൺ ജോസഫ് അച്ചായൻ പറഞ്ഞതുപോലെ എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റുകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ മലയുടെ തൊട്ടങ്ങേ മലയാണ് എൻ്റെ വീട്. ഇന്നേക്ക് 20 വർഷത്തിന് മുൻപ് ഇന്നലത്തെ അധ്യക്ഷനായിരുന്ന 23 വർഷത്തിന് മുൻപ് ഇന്നലത്തെ അധ്യക്ഷനായിരുന്ന പാസ്റ്റർ പി വി വർഗീസ് പാസ്റ്റർ പറയുകയുണ്ടായി, ഈ മുറ്റത്ത് ഇതുപോലെ ഒരു കൺവെൻഷൻ 23 വർഷത്തിന് മുൻപ് നടന്നു. അന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റർ മാത്യു തോമസ് എന്ന് പറഞ്ഞൊരു ദൈവദാസനായിരുന്നു. ഞാൻ ഈ താഴെ നിന്ന് ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ കൂടി കവലയ്ക്ക് എന്ന് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ട് ഇറങ്ങി വന്ന് ഏതോ ഉപദേശിമാർ സുവിശേഷം പ്രസംഗിക്കുവാണല്ലോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ട് ഇവിടെ കയറി വന്നു. ചർച്ചക്കൂടിലെ ഒരു പാസ് ഞാൻ ആയില്ലായിരുന്നുവെങ്കിൽ AGയിൽ ഇവിടുത്തെ വിശ്വാസിയോ ഇവിടുത്തെ അംഗമായിരിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സാഹചര്യവശാൽ ചർച്ചക്കൂടിലെ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ചർച്ചക്കൂടിലെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യമായിരുന്നുകൊണ്ട് എങ്കിൽ തന്നെയും ഈ സഭയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് തുടർന്ന് വന്ന പല ദൈവദാസന്മാരും എൻ്റെ സാമീപ്യം അത്ര കണ്ട് സുഖകരമായി തോന്നിയില്ല. തൊട്ടടുത്ത് ചർച്ചക്കൂടിലെ പാസ്റ്റർ എപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ദോഷമായി തീരുമോ, ആടുമോഷണം നടക്കുമോ എന്നുള്ളതാകുന്ന ഭയം നിമിത്തമായിട്ട് പലരും എന്നെ അകറ്റി നിർത്താൻ നോക്കി. മോഷ്ടിക്കുന്ന വ്യക്തിയല്ല ഞാൻ. സഹകരിക്കുന്ന സമയത്ത് തോമാച്ചാൻ എനിക്കൊരു വാഴക്കല തന്നു. പട്ടിണിയാണ്, മഹാപട്ടിണിയാണ്. ഇവിടെ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതാണ് വലിയ തൃപ്തി. പക്ഷേ ഞാൻ ആ വാഴക്കല വാങ്ങിച്ചില്ല. തോമാച്ചാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പാസ്റ്റർ അല്ല, ഞാൻ വേറൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ വിശ്വാസിയുടെ ഭവനത്തിൽ ഞാനൊരു വാഴക്കല വാങ്ങിച്ചുകൊണ്ട് പോയാൽ ദൈവദാസൻ എങ്ങനെ അതിനെ ഉൾക്കൊള്ളും? അതുകൊണ്ട് തോമാച്ച, ഞാൻ സ്നേഹത്തോടു കൂടി അത് വേണ്ട എന്ന് വെക്കുന്നു. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, അച്ഛാ ഒരു വാഴക്കലയൊക്കെ കിട്ടിയാൽ, വാഴത്തൊലി പോലും കിട്ടിയാലില്ലാത്തൊരു കാലം സാഹചര്യം അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ 10-20 വർഷത്തിന് ശേഷമായിട്ട് എളിയവനാകുന്ന എനിക്ക് ഈ മുറ്റത്ത് നിൽപ്പാൻ തക്കൊണ്ട് ദൈവം അവസരത്തെ ഒരുക്കിയല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൺവെൻഷൻ ക്രമീകരിച്ച് നമ്മൾ UPFലും മറ്റ് പലയിടങ്ങളിലും പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവദാസന്മാരെല്ലാം പറഞ്ഞത് മഴയാ, ആ ദിവസങ്ങളിൽ ഭയങ്കര മഴയാ. പക്ഷെ ഞാൻ അച്ചാനോട് പറഞ്ഞു, ഇന്ന് വരെ 18-19 വർഷമായി ഈ ഏരിയയിൽ ഞാൻ കൺവെൻഷൻ നടത്തി വരികയാണ്. ചുറ്റി നിന്ന് പെയ്യും, പക്ഷെ അടുക്കത്തില്ല, അടുത്തോട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം എനിക്കുണ്ട്. അഥവാ മഴ പെയ്താലും അത് ദൈവനിശ്ചയമാണെന്ന് കണക്കാക്കും. അതിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. തമ്പുരാൻ്റെ കൃപയാൽ കൺവെൻഷൻ തലേ രാത്രിയിൽ പെയ്യാനുള്ളതെല്ലാം അങ്ങ് പെയ്തു തീർത്തു. വീശാനുള്ള കാറ്റെല്ലാം അടിച്ചു തീർത്തു. ഭയങ്കര മഴയായിരുന്നു. പിറ്റേ ദിവസം പകലൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു. എന്നാലും പെയ്തില്ല. 2ാം ദിവസം അതുപോലെ തന്നെ. ഇന്നലത്തെ വാർത്തയുണ്ടായിരുന്നു, ഇന്നലെ രാത്രി 10 മണി മുതൽ 24 മണിക്കൂറും പത്തനംതിട്ട ജില്ല മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഭയങ്കര മഴയായിരുന്നു. ഞാനത് സേവ് ചെയ്ത് വെച്ചു. ആ വാർത്ത, മലയാളി വാർത്തകൾ. മുട്ടി നിന്ന് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ വെളുപ്പിന് ഒരല്പം പെയ്തു. വെളുപ്പിന് 3 മണിക്ക് ആരും അറിയാതെ വന്ന് പെയ്തിട്ട് അത് അതിൻ്റെ പോക്കിന് പോയി. കരമേർത്ത് സ്തോത്രം ചെയ്യാമോ? നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. സമയം വളരെ കടന്നു പോകുന്നു. കഴിഞ്ഞ 2 ദിവസം മിഷൻ ജ്യോതി ഗോസ്പൽ ടീമിൽ എന്നോട് കൂടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ ആധികാരികമായിട്ടും ഐശ്വര്യമായിട്ടും ദൈവത്തിൻ്റെ പദവിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് ദൈവം നിലവരുത്തി. എൻ്റെ കൂടെ ആയിരിക്കുന്ന പാസ്റ്റർ ജോൺ സക്രിയ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മിഷൻ ജ്യോതി ഗോസ്പൽ ടീമിൽ എന്നോട് ചേർന്ന് എനിക്ക് എല്ലാവിധമാകുന്ന കൈത്താങ്ങളിൽ നിന്ന് നിൽക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ദാസനാണ്. എന്നും വരാൻ പറ്റത്തില്ല, അന്നെങ്കിലും ഞാൻ കൂടെ വന്നിരിക്കാമെന്ന് പറഞ്ഞാണ് ഇന്ന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ബലത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ബലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉദയുടെ ആവശ്യമില്ല, താഴ്ത്തടി കരുത്തുള്ളതാണ്. എങ്കിലും ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. UPF മലശ്ശേരിയിൽ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ജോസഫ് അച്ചാനെ, രാജൻ സാറ്,
ബാക്കിയുള്ള റജി പാസ്റ്ററെ, റോയ് പാസ്റ്ററെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം. ഇന്നലെ ദിവസങ്ങളൊക്കെ ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ന് പലർക്കും കൺവെൻഷന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പലരും ഇന്ന് ഇവിടെ ഇല്ല എന്ന് പറയും. പാസ്റ്റർ നിവൃത്തിയില്ല, ഒഴിഞ്ഞു വരാൻ പറ്റുകയില്ല, ചർച്ചിലെ മീറ്റിംഗാണ്, അതുകൊണ്ട് പോയേ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ രാജൻ സാറോട് ഞാൻ പറഞ്ഞു, സാറ് എന്ത് പ്രോഗ്രാം ആരും ക്യാൻസൽ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. സാറ് കുടുംബമായിട്ട് വന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഒരു കൺവെൻഷൻ ഈ വീട്ടിൽ, ഈ മുറ്റത്ത്, ഈ ഐശ്വര്യമായിട്ട് ചെയ്യാമെന്നൊക്കെ വേണം പ്രിയ ജി തോമസ് പാസ്റ്റർ ദൈവം ഒരുക്കിയല്ലോ. ഞങ്ങൾ ടീമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമൊക്കെ പോകുന്നവരാ. പലയിടത്തും കാണുന്നൊരു വിഷയം, കാശുള്ള പുള്ളികളെല്ലാം പേർഷ്യക്കാരും അച്ചായന്മാരെല്ലാം ഉണ്ട്. ഇവരുടെയൊക്കെ കൈ കാശുണ്ട്, പക്ഷേ ദൈവിക കാര്യത്തിന് വേണ്ടി ഒരു പൈസ പോലും കയ്യിലില്ലെന്നാണ് പറയുന്നത്. നല്ല നല്ല പുള്ളികൾ അമേരിക്കക്കാരും പേർഷ്യക്കാരൊക്കെ ഉള്ള ചർച്ചിലെ പാസ്റ്റർമാരും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇല്ലില്ല, പെന്തക്കോസുകാരെ പോലെ ഇല്ലില്ലം പറയാൻ നാവുമ അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വേറെ ഒരു കൂട്ടമില്ല. എന്നാൽ ഈ പ്രിയപ്പെട്ട ഈ ചർച്ച് സത്യം പറഞ്ഞാൽ ഇല്ലില്ലക്കാർ തന്നെയാണ്. നല്ല നല്ല കാശും വരുമാനമൊക്കെ ഉള്ള ചർച്ചുകാർ പേരിന് വേണ്ടി 3 ദിവസം കൺവെൻഷൻ വൈകിട്ടൊന്ന് നടത്തും. വളരെ തുച്ഛമായ രീതിയിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ പാസ്റ്റർ വളരെ ഒരു മാതൃകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൺവെൻഷൻ ക്രമീകരിക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് ദൈവദാസന്മാരെ വിളിച്ച് ഇന്നലെയും ഇന്നും ഉപവാസ പ്രാർത്ഥനയും നടത്തി. വേറെ ചർച്ചകളൊക്കെയാണെങ്കിൽ ഒരു വർഷം മൊത്തം ടാർജറ്റും അതിൻ്റെ കണക്കുകൂട്ടലും അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ പരിപാടിയെല്ലാം നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് വേണ്ടി ഏത് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് വേണ്ടിയുള്ള വിശ്വാസി മക്കളും അതുപോലെ തന്നെ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ഓർക്കുന്നു, സദസ്സിലായിരിക്കുന്നവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആ ലൈവ് ചെയ്യുന്ന പ്രിയ ജോഷി ബ്രദർ, സൗണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലൈജു ബ്രദർ, ഇവരുടെയൊക്കെ കയ്യിലാണ് കാര്യങ്ങളിരിക്കുന്നത്. സൗണ്ടുകാരൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. മോനെ എൻ്റെ തൊണ്ട പോയതാണ് കേട്ടോ, എനിക്കിട്ട് പണി തരല്ലേ. ഒരിക്കലും ബന്ധുക്കോസുകാരനായതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിൽ തുടങ്ങിയില്ല മോനെ, ഇത് പൊട്ടിപ്പോകും സാധനം, ഇതിന് താങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ പാസ്റ്റർ ബിനോയ്, ബ്രദർ ബിനോയ്, ആൽവിനെ, അലീന, ഇവരൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് പാസ്റ്റർ മനോജ് വയനാട്, എൻ്റെയൊക്കെ ഏറ്റവും നല്ല കൈത്താങ്ങ് തരുന്ന ബഹുമാനപ്പെട്ട ദേവദാസനാണ്. ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. എല്ലാവരെ കൊണ്ടും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യം ഒരാൾ വായിക്കാം. യെശയ്യാവ് 18-ന്റെ 1-ന്റെ 18, 19, 20. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വാളിനിരയാകും. ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സന്നിധി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ചായിരിക്കാം. കാശിന്റെ തിര തള്ളുന്നത് കൊണ്ട് ആരെയോ കാണിപ്പാൻ വേണ്ടി ക്രമീകരിക്കുന്ന ഒരു സുവിശേഷ മഹായോഗം അല്ലിന്റെ ഇവിടെ നടക്കുന്നത്. സത്യസുവിശേഷത്തിന്റെ ആത്മപ്രേരണയാൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന വലിയ ശുഷ്കാന്തിയാലും അത്യാർത്തിയാലും പൗലോസ് പറയുന്നു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ അപ്രകാരമുള്ളതാകുന്ന ഉൾപ്രേരണയാണ് ഇപ്രകാരമുള്ളതാകുന്ന യോഗങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. സാധാരണയൊക്കെ നമ്മുടെ കൺവെൻഷനുകളിൽ പെന്തക്കോസ്ത് സമൂഹങ്ങൾ കൂടി വന്ന് കൈയടിച്ച് ദൂതുമാലോചനയൊക്കെ ആയിട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ പരമാവധി അതിനോട് യോജിക്കുന്നില്ല. കൺവെൻഷനുകൾ എപ്പോഴും സുവിശേഷ യോഗമാക്കി തീർക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് നമ്മുടെ ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാരണമായി തീരണമെന്നുള്ളതാണല്ലോ കൺവെൻഷനോട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ പ്രാർത്ഥന കൂടിയായിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 നാളുകൾ ഞങ്ങളെ മാനിച്ച് സ്നേഹിച്ച് ദേശത്തെ സ്നേഹിച്ച് സുവിശേഷത്തെ തടയാൻ തക്കവണ്ണം ദേശത്തിന്റെ അന്ധകാര ശക്തികൾ, ആധിപത്യ ശക്തികൾ, അന്യാരാധന ശക്തികൾ
കൂട്ടം കൂടിയെ എല്ലാവിധമായ പ്രവൃത്തികൾ നടത്തിയെങ്കിലും സർവ്വസൈന്യാധിപനായ ദൈവത്തിൽ ദൂതന്മാരെ അയച്ച് ഞങ്ങളുടെ വീക്കോട്ടെ മന്ദിച്ചന്തയുടെ പ്രദേശത്തിൽ ദൈവമോടുന്ന് സമാധാനവും സ്വസ്ഥതയും തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്തരീക്ഷത്തെ അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രകൃതി അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദുർവാർത്തകളും ദുർമരണങ്ങളും അനിഷ്ട സംഭവങ്ങളും ഞങ്ങളുടെ ദേശത്തിന് ഉണ്ടായിട്ട് ഞങ്ങളുടെ ഈ കൺവെൻഷൻ ഒരു ഇച്ഛാഭംഗം ഉണ്ടാകാൻ എല്ലാവരാതുവണ്ണം നാഥൻ ഞങ്ങളെ നടത്തിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു. അതിയോടൊന്നും ഭരിച്ചെടുത്തു എളിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. സകലം കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധമഗതിയെ ഉവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധമഗതിയെ ഉവിൽ വീണ്ടെടുത്തൊരു ദേവനെ, ആയിരം പതിനായിരങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ, ആയിരം പതിനായിരങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. ഇവിടെ നിൽക്കുന്ന ശ്വാസം ചെയ്യും അദൃശ്യരം പരദൂതരെ, ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരം പരദൂതരെ, അവിടെ എനിക്ക് സമമന്തരത്തിൽ ഉടലണിഞ്ഞു വസിക്കവേ, അവിടെ എനിക്ക് സമമന്തരത്തിൽ ഉടലണിഞ്ഞു വസിക്കവേ, കാഴ്ചകൾ അധികാരം അതിയന്തൂത സഞ്ജയ ശ്രേഷ്ഠരെ, കാഴ്ചകൾ അധികാരം അതിയന്തൂത സഞ്ജയ ശ്രേഷ്ഠരെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിസൗധങ്ങൾ, പരത്തിലുന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിസൗധങ്ങൾ, പരിചിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ, പരിചിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ, വിമല സ്ഫടിക തുല്യമം തങ്കനിർമ്മിത വീതിയും, വിമല സ്ഫടിക തുല്യമം തങ്കനിർമ്മിത വീതിയും, കാണും ഞാനും മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ, കാണും ഞാനും മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. ദൈവത്തിന് സ്തോത്രം. എന്റെ തൊണ്ട പാട്ടിനത്ര യോഗ്യമല്ലെങ്കിൽ തന്നെയും പാട്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇവിടുന്ന് പാടി നോക്കിയതാണ്. നിങ്ങളുടെ ആ നല്ല പാട്ടുകളൊക്കെ കേട്ട് വളരെ നല്ല ത്രില്ലിലിരുന്നപ്പോൾ ഇടയ്ക്കൊരു പുളിക്കുന്ന നാരങ്ങാച്ചാർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ്. സ്തോത്രം ചെയ്യാം. നമ്മൾ വായിച്ച യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വാക്യങ്ങളാണല്ലോ. നമുക്ക് സത്യവേദ പുസ്തകത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കപ്പെട്ടതാകുന്ന ഈ വാക്യം പഴയ നിയമത്തിലെ സുവിശേഷമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ വായിക്കാമോ? വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് ഇവിടെ ദൈവാത്മാ പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ ഒന്ന് വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, അതിനെ ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെയായിത്തീരും, പഞ്ഞി പോലെയായിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നോക്കണമേ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് പുതിയ നിയമ കാലങ്ങളിലുള്ളതാകുന്ന ഒരു സുവിശേഷത്തിന്റെ മറ്റൊടിയാണ്, വചനമാണ്. ഇവിടെ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ പഞ്ഞി പോലെ ആക്കി തീർക്കും. പാപമില്ലാതില്ല ഒരു നരനും ഈ ഭൂമിയിൽ. പാപിയല്ലാതെ ആരുമില്ല. ജന്മപാപം കർമ്മപാപം ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലുള്ളതാണ്. മനസ്സാ വാചാ കർമ്മണ മനുഷ്യൻ പാപികളാണ്. പാപിയല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ജന്മം തന്നെ പാപം കൊണ്ടാണ്. ഞാൻ പാപിയല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല.
എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും. സാധാരണ നമ്മുടെ പുസ്തകത്തിൽ 26-ലധികം പ്രാവശ്യം രക്താംബരം 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 എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വർണ്ണന എന്ന് പറഞ്ഞാൽ ചുവപ്പോടുകൂടി തിളങ്ങുന്ന ഒരു വസ്തുവാണ്, ഒരു കളറാണ്. വളരെ വിലപിടിപ്പുള്ളതാകുന്ന ഒരു വസ്തുവാണ് ഈ രക്താംബരം. വസ്ത്രങ്ങളിൽ അത് ചായം മുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ചായം മുക്കിയ വസ്ത്രത്തിന് ഭയങ്കര വിലയാണ്. രാജാക്കന്മാര് രക്താംബരമാണ് ധരിക്കുന്നത്. എന്തിനേറെ പറയുന്ന യെശയ്യാ പുസ്തകം 63-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഓസ്രയിൽ നിന്ന് രക്താംബരം ധരിച്ചോ നിമനാർ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, രക്താംബരം ധരിച്ചു വരുന്ന വസ്തു. അപ്പൊ രക്താംബരം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ എൻ്റെ വായനാ ചിന്തയിലേക്ക് വരുന്നത്, നിങ്ങളുടെ പാപം എത്ര കഠിനമേറിയ പാപമാണെങ്കിലും, ഇത് സ്തോത്രം, ഈ കഠിനമേറിയ പാപത്തിന് ബോധവൽക്കമായിട്ട് ലഭിക്കപ്പെടുന്ന സമയത്തിനുള്ളിൽ വളരെ വേഗം തന്നെ 2 വക ചിന്തകൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, 2 വക പാപങ്ങൾ. ഒന്ന്, ഫിലോമിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടേ, അതിന്റെ 13-14 വാക്യം വായിക്കാം. 15-16 വാക്യം. ഫിലോമോൻ 15-16. ഫിലോമോൻ ചെറിയ പുസ്തകം. ഫിലോമോനും 15-16. അവൻ അല്പകാലം വേറിട്ട് പോയത്. ഇവിടെ ദൈവാത്മാവ് വചനത്തിൽ പറയുകയാണ്, അവൻ അല്പകാലം വേറിട്ട് പോയിട്ട് അവനെ നിനക്ക് സദാകാലത്തേക്കും ലഭിക്കേണ്ടവനാണ്. അവനിനി ദാസനല്ല, ദാസന് മീതെ. പ്രിയ സഹോദരൻ നോക്കണമേ, നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ഇരിക്കണം. വളരെ വേഗം എനിക്ക് കടന്നു പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിരിക്കുന്ന പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ തന്റെ 1-ാമത്തെ കാരാഗ്രഹവാസം 2 വർഷക്കാലം, AD 60 കാലഘട്ടം. അപ്പൊ കാരാഗ്രഹത്തിൽ താനോട് ബന്ധനസ്ഥനായിരിക്കുമ്പോൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ തന്നോട് കൂടെ ചില സ്നേഹിതന്മാരും ചേർന്ന് അവിടെ ആയിരിക്കുമ്പോൾ, ബന്ധനസ്ഥനാണെങ്കിൽ തന്നെയും പൗലോസിൽ വലിയൊരു സുവിശേഷാത്മാവ് ഉണ്ടായിരുന്നു, സുവിശേഷ ദാഹം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ പൗലോസ് എപ്പോഴും പറയണം, എനിക്ക് അയ്യോ കഷ്ടം. കാരണം സുവിശേഷത്താൽ നിർബന്ധിതനാണ്, സുവിശേഷത്താൽ ഭ്രാന്തനാണ്. തന്റെ മരണത്തിനധികമായിട്ട് സുവിശേഷം എന്നുള്ളതാണ് പൗലോസിന്റെ ഏറ്റവും വലിയ അത്യാർത്ഥി. ഉപദ്രവം എനിക്ക് വിലയില്ല, മരണത്തെ ഭയക്കുന്നില്ല. ഊർത്തശ്വാസം പ്രാണവായു വിട്ടുപോകുമ്പോഴും അവസാനത്തെ ശ്വാസവും സുവിശേഷം പറഞ്ഞുകൊണ്ടായിരിക്കണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന പൗലോസിന്റെ ഒരു ദിവ്യ സ്വപ്നമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു റോമിലെത്തിയ സുവിശേഷകനായി പ്രസംഗിക്കുക എന്നുള്ളത്. എന്നാലും ദുർഗതി പറഞ്ഞുകൊള്ളട്ടെ, പൗലോസ് ആഗ്രഹിച്ചതുപോലെ അല്ല സംഭവിച്ചത്. റോമിലൊരു ബന്ധനസ്ഥനായിട്ട്, ഒരു വിചാരണ തടവുകാരനായിട്ടാണ് റോമിലേക്ക് പൗലോസ് അകപ്പെട്ടായിരിക്കുന്നത്. അവിടെ ആയിരിക്കുന്ന കാലത്ത് ബന്ധനസ്ഥനാണ്, ജയിലിലാണ് എന്ന് കരുതി പേടിച്ച് വിളിച്ച് കരഞ്ഞ് വിളിച്ച് അകപ്പാടെ അയ്യം പറഞ്ഞ് പദം പറഞ്ഞ് തലതല്ലി കരയുന്ന അനുഭവം അല്ലായിരുന്നു പൗലോസിന്. അഭിഷക്തന്മാർക്ക് ദൈവമക്കൾക്കൊന്നും ഒരു വിഷയമല്ല. അഭിഷക്തന്മാർക്ക്, ദൈവമക്കൾക്ക്, ദൈവകുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും അവർക്കതെല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവരാക്കി തീർക്കും. ഏത് വിഷയം നേരിട്ടാലും അവരത് ദൈവനാമത്തിന് വേണ്ടി ആക്കി തീർക്കും. അതാണ് ഒരു അഭിഷക്തന്റെ, ഒരു ദൈവത്തിന്റെ പ്രത്യേകത. പൗലോസിന്റെ കാരാഗ്രഹവാസമെല്ലാം വളരെ നല്ലതായിരുന്നു. കാരണം കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കൂടുതൽ പുറത്തിറങ്ങി പ്രസംഗിക്കേണ്ട പക്ഷെങ്കിൽ തന്റെ തൂലിക കൈകൾ കൊണ്ട് തൂലികകളെ ചലിപ്പിച്ച് ശ്രേഷ്ഠമേറിയ ലേഖനങ്ങൾ എഴുതാൻ തക്കോണം പൗലോസിനെ ദൈവം പ്രാപ്തനാക്കി. അവൻ ഓടി നടന്ന് പ്രസംഗിച്ചതിലും അധികമായിട്ട് കരുത്തേറിയ വചനങ്ങൾ തൂലിക തുമ്പിലൂടെ ദൈവസഭകൾക്ക് ദാനം ചെയ്തു. 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ എഴുതാൻ തക്കവണ്ണം പൗലോസിനെ പ്രാപ്തനാക്കി. നോക്കണമേ, ഇവിടെ പൗലോസ് കാരാഗ്രഹസ്ഥനായിരിക്കുമ്പോൾ ആരെ കിട്ടിയാലും സുവിശേഷം പറയുന്ന ഒരു രീതിയാണ്. അങ്ങനെ പൗലോസ് ആയിരിക്കുമ്പോൾ യാദൃശ്യ ഒരു ചെറുപ്പക്കാരൻ പൗലോസിന്റെ അടുക്കിലേക്ക് കടന്നു കയറി വന്നു. ഒരു ഭ്രാന്തനെ പോലെ ഒരു ചെറുപ്പക്കാരൻ. ആ ഭ്രാന്തനെ പോലെ ചെറുപ്പക്കാരൻ കയറി വന്നു. അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു, കുശലങ്ങൾ സംസാരിച്ചു, ക്ഷേമങ്ങൾ അന്വേഷിച്ചു.
അങ്ങനെ അവനിലേക്ക് പൗലോസിന്റെ അത്യാർത്ഥിക്ക് കാരണമായിരുന്ന സുവിശേഷം അവനിലേക്ക് പകർന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ സുവിശേഷത്തിന്റെ അതിലേക്ക് വശീകരിക്കപ്പെട്ടു. അവൻ മാനസാന്തരപ്പെട്ടു, ഒരു ദൈവവേദനായി തീർന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ ചുരുളുകളെല്ലാം അഴിയാൻ തുടങ്ങി. ബന്ധങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ പല രഹസ്യങ്ങളും പുറത്തു വരുമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ തന്നെ രഹസ്യങ്ങൾ പറഞ്ഞു. താൻ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് കൊലോസിയിലുള്ളതാകുന്ന ഒരു അഭിഷക്തന്റെ, ഒരു ദൈവവൈദ്യന്റെ, ഒരു ദൈവത്തിന് പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിൽക്കുന്ന കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ആ വീട്ടിലവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അടിമയായിരുന്നു. എന്നെ പോലെ 1000 അടിമകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 1000 അടിമകളുടെ ഇടയിൽ ഒരടിമയായിരുന്നു ഞാൻ. ആ വീട്ടിൽ നിന്നും ചില വിശേഷ വസ്തുക്കൾ മോഷ്ടിച്ച് ഒളിച്ചോടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് കൊലോസിയിൽ നിന്ന് വേറെക്കുറെ 1000 കിലോമീറ്റർ, 1000 മൈല്, 1500 കിലോമീറ്റർ താൻ ഓടി രക്ഷപ്പെട്ട് റോമിലെത്തി. ആ കാലഘട്ടം റോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവിധമാകുന്ന ഭക്ഷണങ്ങളുടെയും കേളീരംഗമായിരുന്നു റോം. എത്ര വേണമെങ്കിൽ ക്രിമിനലുകൾക്കും ഒളിച്ചു പാർക്കാൻ തക്കതാകുന്ന സൗകര്യങ്ങളും സ്ഥല സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു, പട്ടണമായിരുന്നു. എല്ലാവിധമായ മ്ലേച്ഛതകളും അത് കൊടികൊത്തി വാണിരുന്ന ഒരു പ്രദേശമായിരുന്നു റോം. അപ്പോൾ നോക്കണമേ, 1500 കിലോമീറ്റർ ഈ ഫിലോമോനോ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ കൊലോസിയിൽ നിന്നും തന്റെ യജമാനന്റെ വിലപിടിപ്പുള്ള വസ്തുവും മോഷ്ടിച്ചുകൊണ്ട് ഓടി റോമിലെത്തി. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പൗലോസിന് കൊലോസിയിൽ നിന്ന് വന്നതാണെന്നും അവിടെയുള്ളതാകുന്ന ഫിലോമോൻ എന്ന് പറയുന്ന ഒരു ദൈവപൈതലിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നൊക്കെ പൗലോസിന് വലിയ താല്പര്യം തോന്നി. കാരണം ഈ ഫിലോമോനെ മാനസാന്തരപ്പെടുത്തുക ആരാ, രക്ഷയിലേക്ക് കൊണ്ടുവന്നത് ആരാ? പൗലോസാണ്. എഫെസോസിൽ വെച്ചുള്ളതാണ് തന്റെ ശുശ്രൂഷയിൽ ഫിലോമോൻ ഒരു വിശ്വാസിയായി തീർന്നു. അങ്ങനെ കൊലോസിൽ ഒരു സ്ഥാപിക്കുന്ന ഫിലോമോന്റെ ഭവനത്തിലാണ്. അങ്ങനെ ഭവനത്തിൽ ഒരു കൂട്ടായ്മ, നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ നടക്കുന്നു. ഫിലോമോന്റെ ഭവനം അതിനുവേണ്ടി തുറന്നു കൊടുത്തു. അവന്റെ ഭാര്യയും മക്കളും എല്ലാം അതിനോട് നല്ല സഹകരണമുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു ആത്മീയ ജീവിതം നടത്തുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വീട്ടിലെ അടിമയായിരുന്നവനെന്ന് പൗലോസിന് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് ഈ വ്യക്തിയെ വളരെയധികമായി സ്നേഹിച്ചു. അവൻ നല്ല ദൈവമായി തീർന്നു. അതാണ് മാനസാന്തരത്തിന്റെ പ്രത്യേകത. വലിയ മോഷണം നടത്തി ഒളിച്ചോടിയവൻ റോമിലെത്തിയപ്പോൾ, അഭിഷക്തനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, പരിചയപ്പെട്ടപ്പോൾ, ഇടപഴകിയപ്പോൾ അവൻ അഭിഷക്തനായി തീർന്നു. ഒരു കന്നിനെ അഴിച്ചുവിട്ടാൽ അതിൽ നിന്ന് ചാടുന്ന കന്നും കയത്തിലേക്കായിരിക്കും. ഒരു പക്ഷിയെ കൂട് തുറന്നു വിട്ടാൽ ആ പക്ഷിക്കൂട്ടത്തിലേക്ക് പോകും. പക്ഷെങ്കിൽ ഇവിടെ നോക്കണമേ, ഈ ചെറുപ്പക്കാരൻ ഒളിച്ചോടി വന്നത്, അകപ്പെട്ടു പോയത് ഫിലോമോന്റെ ഭവനത്തിൽ, പൗലോസിന്റെ ഭവനത്തിൽ, പൗലോസിനോട് ചേർന്ന് കാരാഗൃഹത്തിൽ തന്നെ സഹായിക്കുവാനും സേവ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പൗലോസും ഈ ചെറുപ്പക്കാരാണ് ഫിലോമോൻ നല്ല സ്നേഹിതരൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിൽ ഒരു ക്രിയ നടത്തി. ഇവൻ ഫിലോമോനോട് തെറ്റ് ചെയ്തിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ശരിയായ ഒരു ജീവിതാനുഭവം വേണമെങ്കിൽ, ദൈവത്തിന് മുൻപാകെ നീതിബോധത്തോടുകൂടി ആയിരിക്കണമെങ്കിൽ ഇവൻ ചെന്ന് ആരുടെ അടുക്കൽ പിഴച്ചുവോ അവരുടെ അടുക്കൽ ചെന്ന് ക്ലിയർ പ്രാപിക്കണം. അങ്ങനെ പൗലോസിന് ബോധമുണ്ടായിട്ട് പൗലോസ് തനിക്ക് എഴുതിയിരിക്കുന്ന 3 ലേഖനങ്ങൾ, കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഈ 3 ലേഖനങ്ങളുമൊക്കെ എഴുതി തിഖിക്കോസ് എന്ന് പറയുന്നതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് 3 ലേഖനങ്ങൾ. അതിൻ്റെ കൂടെ ഒരു ചെറിയ പേഴ്സണൽ ലെറ്ററായിട്ട് ഒരു ചെറിയ ലെറ്ററുമുണ്ട്. ഫിലോമോനുള്ളതാകുന്ന ഒരു സ്പെഷ്യൽ കത്ത്. കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഈ 3 കത്തും ചേർത്ത് ഫിലോമോൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളതാകുന്ന ഒരു വ്യക്തിപരമാകുന്ന കത്ത് പോലെയുള്ളതാകുന്ന ഒരു കത്ത്, എന്നാൽ സഭയ്ക്ക് മൊത്തമാണ്. അങ്ങനെ ഒരു കത്ത് എഴുതി ആ കത്തിന്റെ കൂടെ പൗലോസ് ഈ ഒളിച്ചോടി വന്ന കള്ളനായിരുന്ന ഈ ഒനോസിമോസിനെ കൂടെ വിടുകയാണ്. അങ്ങനെ ഈ തിഖിക്കോസ് എന്ന് പറയുന്നതാകുന്ന ചെറുപ്പക്കാരൻ 4 കത്തും കൂടെയുള്ളതാകുന്ന ഈ ഒനോസിമോസിനെയും ചേർത്ത് ഫിലോമോന്റെ വീട്ടിലേക്ക് ചെല്ലും. ഫിലോമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കണം, ആ രംഗം ഒന്ന് ഓർക്കണം. ആ രംഗം വളരെ രസകരമാണ്. ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? മോട്ടിച്ചോണ്ട് പോയവൻ ധൈര്യശാലിയായിട്ട് ധൈര്യം സംഭരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒരു നാളിൽ അവൻ ആ വീട്ടിൽ നിന്ന് വലിയ മോശം നടത്തി ഒളിച്ചോടിയവനാണ്. എന്നാൽ ഇന്നവൻ
ധൈര്യമായിട്ട് പോവുകയാണ്. അവനറിയാം ഞാൻ പോകുന്നത് എൻ്റെ യജമാനന്റെ അടുക്കിലേക്കാണ്. ഒരു നാൾ ഞാൻ അവിടെ നിന്ന് വലിയ തെറ്റ് ചെയ്തുവെങ്കിലും എൻ്റെ യജമാനൻ നീതിമാനായ ദൈവത്തിന്റെ വിശ്വസ്തനായ ദൈവദാസനാകിയാൽ എനിക്ക് അവന്റെ അടുക്കിലേക്ക് ചെല്ലാമെന്നുള്ളതാകുന്ന ആത്മബോധത്താൽ ഈ ഒനോസിമോസ് തിക്കിക്കോസിനോട് ചേർന്ന് അവിടേക്ക് ചെന്നു. അങ്ങനെ പോയ കത്ത്, അങ്ങനെ കൊടുത്തുവിട്ട കത്താണ് ഫിലോമോന്റെ ലേഖനം. ഈ സത്യവേദ പുസ്തകത്തിലെ ചെറിയൊരു ഒരു ലേഖനമാണിത്. പക്ഷെങ്കിൽ ദൈവമക്കൾക്കെല്ലാം വളരെ വളരെ പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടതാകുന്ന വലിയ നഗ്നസത്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, അവന്റെ ഏർപ്പാടുകൾ, ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, ആരുടെ എന്തെല്ലാം കടപ്പെട്ടവനായിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം അവന്റെ ജീവിതങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ചെറിയ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ 6 മുതൽ ഒന്ന് വായിച്ചു വിട്ടെ. 6 മുതൽ. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസ്, ഇവിടെ പൗലോസ് പറയുകയാണ്, തന്നെ പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസ്, സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയേക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും. ഞാൻ ഇതിലേക്കൊന്നും വിശദീകരണം പോകുന്നില്ല, സമയം വളരെ വേഗം കടന്നു പോകുന്നല്ലോ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, കാരണം അവിടെ നമ്മൾ കത്ത് എഴുതുമ്പോൾ കാര്യമുണ്ട്. ഭാര്യയെ കളയാൻ പറ്റത്തില്ല. ഫിലോമോന്റെ ഭാര്യയെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല, ഇല്ലാത്ത വിഷയമുണ്ടാക്കും. ഫിലോമോനുണ്ടായ മാനസാന്തരം ആ ഒരു ധൈര്യം പോലെ ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഉണ്ടാക്കിയത് ബലഹീന ഹൃദയമാണ്. ഫിലോമോന്റെ ഭാര്യയെ ഇടങ്ങേട് കാണിച്ചാൽ മതിയെന്ന് ഒനോസിന് അവിടെ നിക്കക്കള്ളിയിലായി പോവും. അപ്പൊ സഭയിലുള്ളവരെ എല്ലാവരെയും പരിചയപ്പെടുത്തുക, എല്ലാവർക്കും വേണ്ടി ഒരു കത്തം എഴുതി. ഈ കത്തും കൊണ്ട് പോകുന്ന തിക്കിക്കോസിന്റെ പുറകെ നിൽക്കുന്ന ഈ കള്ളനാകുന്ന ഒനോസിമോസിനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എങ്ങനെ ഇവനവിടെ ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായി? പോട്ടെ, അഭിഷക്തനാണെങ്കിൽ തന്നെയും ആത്മീയനാണെങ്കിൽ തന്നെയും ഈ ഫിലോമോന് എത്രത്തോളം ധൈര്യത്തോടു കൂടി ഈ ഒനോസിമോസിനെ ഉൾക്കൊള്ളും? കാരണം അതേപോലെയുള്ള പ്രവൃത്തി ചെയ്തിട്ടാണ് പോയത്. പക്ഷെങ്കിൽ പൗലോസ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇവനെ നീ എന്നെ പോലെ കാണണമെന്ന് പൗലോസ് ഫിലോമോനോട് പറയുകയാണ്, കത്തിലൂടെ പറയുകയാണ്, നീ ഇവനെ എന്നെ പോലെ കാണണം. ഇവിടെ കാരാഗ്രഹ ജീവിതത്തിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. നീ എന്റെ ശിഷ്യനാണ്, എന്റെ നിജപുത്രനാണ്. ഫിലോമോനെ, എനിക്ക് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. പക്ഷെങ്കിൽ നീ ഇത്രയും ദൂരെ പാർക്കുന്നതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് ലഭിക്കുന്നില്ല. നിനക്ക് പകരം വേണമെങ്കിൽ ഈ ഒനോസിമോസിനെ എന്റെ കൂടെ നിർത്താൻ. പക്ഷെങ്കിൽ അത് ദൈവനീതിയല്ല. അവൻ നിന്റെ അടുക്കൽ വന്ന് നെരുപ്പ് പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാകയാൽ അവനെ ഞാൻ കൂടെ വിടുകയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഞാൻ അവിടെ വന്നാൽ എന്റെ ഫിലോമോനെ, നീ എന്നെ എങ്ങനെ കാണുമോ, നീ എന്നെ എങ്ങനെ സ്വീകരിക്കുമോ, നീ എന്നെ എങ്ങനെ ബഹുമാനിക്കുമോ, നീ എന്നെ എങ്ങനെ ഉൾക്കൊള്ളുമോ, അതേപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഭവനത്തിൽ കള്ളനായിരുന്ന ഒനോസിമോസിനെ കാണണമെന്ന്. മക്കളമേ, ആരാണ് പൗലോസ്? കിലിക്കിയയിലെ തർശീശിലെ ഒരു കോടീശ്വര പുത്രൻ, സ്വന്തമായിട്ട് കപ്പൽ വ്യാപാരം നടത്തുന്ന ഒരു ബിസിനസ്സുകാരന്റെ മകൻ, കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമാകുന്ന ഉപോൽപ്പന്നങ്ങളും മൊത്തമായി വിൽക്കുന്ന ഒരു വ്യാപാരിയുടെ മകൻ, സന്നിധി സംഘത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ, എല്ലാം കൂടെ ശ്രേഷ്ഠനും യോഗ്യനായിരുന്നവൻ, കാണുവാൻ നോക്കിയാൽ വളരെ കോമള രൂപനായിരുന്നവൻ, അല്പം ഉയരക്കുറവ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എല്ലാം കൊണ്ടും വളരെ മികച്ചവൻ, യഹൂദൻ, റോമ പൗരത്വമുള്ളവനാകുന്ന ഈ പൗലോസ് ഫിലോമോനോട് പറയുകയാണ്, നീ എന്നെ പോലെ അവനെ കാണണമെന്ന്. മക്കളമേ, മാനസാന്തരത്തിന്റെ മാറ്റം, ഒരു മാനസാന്തരം ഒരുവനെ ഉണ്ടാക്കുന്ന മാറ്റം. അവൻ വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പറ്റിൽ കണക്കിട്ട് കൊള്ളുക. മാനസാന്തരത്തിന്റെ വ്യത്യാസമുള്ളത്. അതോ ഈ ഒനോസിമോസ് നിന്റെ പക്കൽ നിന്ന് വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ വാക്കൊക്കെ വളരെ വളരെ വിശദമായിട്ട് ഇറങ്ങേണ്ട കാര്യമാണ്. അവൻ കള്ളനാണ്, മോട്ടിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. കുഞ്ഞ്, ഇത്ര രൂപയുടെ സാധനമാണല്ലോ മോട്ടിച്ചത്. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഒരുവൻ തെറ്റ് ചെയ്തു, അവൻ തെറ്റിൽ അകപ്പെട്ടു പോയി, പിന്നെയും അത് പറഞ്ഞ് അവനെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല, അവനെ മുറിപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഓർമ്മിപ്പിച്ച് അവനെ പിന്നെ ഭാരപ്പെടുത്തേണ്ട കാര്യമില്ല. അവനൊരു കാലത്ത്, അറിയായ്മയുടെ കാലത്ത് അവൻ ചെയ്തു പോയതാണ്. പക്ഷെങ്കിൽ പിന്നെ അവനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരുവൻ മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഒന്നും അധികം വർണ്ണിക്കരുത്. അങ്ങനെ ഒരുവനെ വേദനിപ്പിക്കരുത്. കാരണം അവൻ പഴയ പുള്ളിയായിരുന്നു അന്ന്, എന്നാൽ ഇന്ന് അവൻ പുതിയ വ്യക്തിയാണ്. അവൻ ദൈവത്തിന് ഉത്തമ പൈതലാണ്. ഇവിടെ പൗലോസ് നോക്കണമേ, ഇവിടെ ഫിലോമോനോട് പറയുകയാണ്, അവൻ വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കണക്കിൽ തീർത്തുകൊള്ളാം. പൗലോസിനെ പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുന്ന 10 കാശുള്ള പുള്ളിയായിരുന്നു. അത് വേറൊരു വിഷയം. കാശുള്ള ചെലവാക്കാനും മടിയില്ലാത്ത പുള്ളിയായിരുന്നു.
വായിക്കുന്നത് പൗലോസ് വാടകയ്ക്ക് സ്വന്തമേ വാടകയ്ക്ക് എടുത്ത വീട്ടിൽ അധ്യാപകൻ ഇരിക്കുകയാണ്, പ്രിൻസിപ്പൾ ഇരിക്കുകയാണ്. സ്വയമേ വാടകയ്ക്ക് ജയിൽ പുള്ളിയായിട്ട് കിടക്കുമ്പോൾ തന്നെ, കാരാഗ്രസ്തനായി ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം കാശ് കൊടുത്തുണ്ടല്ലോ വീട് വാടകയ്ക്ക് എടുത്ത്. അതിനാണ് 2 വർഷം പൗലോസ് താമസിച്ചത്. എന്നിട്ടിപ്പോൾ ഫിലോമോനോട് പറയുകയാണ്, അവൻ വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പറ്റിലത് നീ ചേർത്ത് കൊള്ളുക. ഒരു പ്രൊമിസറി നോട്ടാണ് എഴുതി കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ സംഭവിക്കും ഇതൊക്കെ? ഒരു സഹോദരൻ വരുന്നുണ്ട്. ആ സഹോദരന് ഒരുമാതിരി ഒന്ന് കൈക്കൊണ്ടാക്കണേ, അവന് ഒന്ന് ഉൾക്കൊണ്ടാക്കണേ. അങ്ങനെയൊക്കെ ഇന്നത്തെ ആരും പറയാൻ പറയുകയുള്ളൂ. പക്ഷെങ്കിൽ പൗലോസിന്റെ അഭിഷേകം, പൗലോസിൽ വ്യാപരിച്ചിരുന്ന അഭിഷേകം അതായിരുന്നു. ഞാൻ എങ്ങനെ എന്നെ കാണുമോ? നീ നിന്റെ യജമാനനാകുന്ന ഒരു യഹൂദ പൗരനാകുന്ന ഉന്നത കുലജാതനാകുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള മഹാസമ്പന്നനാകുന്ന എന്നെ, അഭിഷക്തനാകുന്ന എന്നെ, നിന്റെ ആത്മീയ ഗുരുവാകുന്ന എന്നെ നീ എങ്ങനെ കാണുന്നുവോ അതേപോലെ തന്നെ ഈ വരുന്ന പഴയ കാലത്ത് അടിമയായിരുന്നവൻ, വീടിനടുക്കൽ ചെല്ലുവാൻ യോഗ്യതയില്ലാതിരുന്നവൻ, യാതൊരു മാന്യതയും പറയുവാനില്ലാതിരുന്നവൻ, 1000 അടിമകളിൽ ഒരു അടിമയായിരുന്നവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ ഈ വിഷയമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടി. ഞാൻ ഇന്ന് ഫേസ്ബുക്കിനകത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്തോ ദൈവം ഒരുക്കി തന്ന ഒരു ലിങ്കായിരുന്നു. ഇന്നേക്ക് ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലും അടിമകൾക്കുണ്ടായിരുന്ന അവസ്ഥ വളരെ വേദനിക്കുന്നതായിരുന്നു. ഗുരുദേവ ഏതോ ഒരു പഴയ മനുഷ്യനാണത് എഴുതിയിരുന്നത്, എനിക്ക് ഓർമ്മയില്ല. ആ മനുഷ്യൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ പോലും അടുത്ത ചില കാലങ്ങൾക്ക് മുൻപ് ഈ അവസ്ഥ അല്ലായിരുന്നു. അടിമ വ്യാപാരം, അവിടെ അടിമ വ്യവസ്ഥയിൽ നിലനിന്നൊരു സമയമുണ്ടായിരുന്നു. തമ്പ്രാന്റെ മക്കളായിരുന്നു അടിമകൾ. ഇതാ ആ കഥയിൽ ഇങ്ങനെ പറയുന്നു, എഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സന്ധ്യയായപ്പോൾ ഇതാ 2 പേര് കടന്നു വരുന്നു, കൂടെ ചിലരുമുണ്ട്. അടിമയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആദ്യം അടിമ സ്ത്രീയെ പിടിച്ചു, അവിടെ കഴുത്തിൽ കയറിട്ടു, മാറ്റി നിർത്തി. പെട്ടെന്ന് അവിടെ ആ വീട്ടുകാരനായിരിക്കും അവളുടെ ഭർത്താവിനെ പിടിച്ചു, കഴുത്തിൽ കയറിട്ടു, മാറ്റി നിർത്തി. എന്നിട്ട് അവർക്ക് ചില കർമ്മങ്ങൾ ചെയ്യുവാനുണ്ട്. ആ സ്ത്രീ 3-4 കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ ആ സ്ത്രീ ഏറ്റവും കൈക്കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞിനെ എടുത്തിട്ട് മാറോട് ചേർത്ത് നിർത്തിയിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. ആ പാല് കൊടുക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, കുഞ്ഞെ കുടിക്കുക, കുടിക്കുക, ഇനി ഞാൻ നിന്നെ കാണുകയില്ല, നീ ഇനി എന്നെ കാണുകയില്ല. ആ കാലഘട്ടത്തില് അർദ്ധനഗ്ന വസ്ത്രത്തിന്റെ ആ കാലഘട്ടത്തില് ഈ സ്ത്രീ കരഞ്ഞു കണ്ണുനീരോടുകൂടി മാറിൽ കിടക്കുന്ന കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായിട്ട് ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് വീഴുകയാണ്. ഈ കുഞ്ഞ് അമ്മയുടെ കരച്ചിൽ കണ്ടുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വായിലും മുഖത്തുമെല്ലാം ഈ അമ്മയുടെ വേർപ്പ് തുള്ളിയും കണ്ണുനീരും വീഴുകയാണ്. ആ അമ്മയുടെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കൈക്കുഞ്ഞ് അമ്മയുടെ അമ്മിഞ്ഞ പാലും അമ്മയുടെ കണ്ണുനീരും ചേർത്ത് ഉപ്പ് രസം കലർന്ന പാല് കുടിക്കുകയാണ്. അവൾ വിങ്ങി വിങ്ങി പൊട്ടി കരയുകയാണ്, വിങ്ങി വിങ്ങി പൊട്ടി കരയുകയാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കുഞ്ഞ് കുടിക്കുക, കുടിക്കുക, ഇനി നീ എന്നെ കാണുകയില്ല, ഞാൻ ഇനി നിന്നെ കാണുകയില്ല. കാരണം ഇതാ തമ്പ്രാൻ വന്നു, ഞങ്ങളെ മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു. ഇതാ അപ്പോൾ തന്നെ അതിൻ്റെ അപ്പൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അപ്പൻ ഇതാ മൂത്ത കുഞ്ഞിനെ വിളിക്കുന്നു, പറയുന്നു, ഒരു പിടി വറ്റ് കൊണ്ടുവാ എന്ന് പറയുന്നു. അകത്ത് പോയിട്ട് ആ കുഞ്ഞ് ഒരു പിടി വറ്റ് വാരിക്കൊണ്ട് വരുന്നു. ആ വറ്റ് വാരിക്കൊണ്ട് അപ്പന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൻ ഈ വറ്റ് വാങ്ങിച്ചിട്ട് ഉരുളയാക്കി കുഞ്ഞിന്റെ വായിലേക്ക് കൊടുക്കുന്ന ഒരു കർമ്മം പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ കുഞ്ഞിന്റെ വായിലേക്ക് ഈ വറ്റുരുട്ടി കൊടുക്കുന്നു. എന്നിട്ട് അപ്പൻ പറയുന്നു, തിന്നു മകനെ തിന്നുക, ഇനിയും നീ എന്നെ കാണുകയില്ല, ഞാൻ നിന്നെ കാണുകയില്ല. ഇവിടെ വെച്ച് എൻ്റെ കച്ചവടം നടന്നു, ഞാൻ അടിമയായിട്ട് പോകുകയാണ്. അവിടെ മാതൃപിതൃ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെയായിരുന്നൊരു കാലമുണ്ടായിരുന്നു പ്രിയരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. മൂത്ത കുഞ്ഞിന് മനസ്സിലാകും ഇത് അപ്പനെയും അമ്മയും തമ്പ്രാൻ വന്ന് വിറ്റ് കഴിച്ചത്. ഇളയ കുഞ്ഞിനൊന്നും അറിയത്തില്ല. പിന്നീട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. മക്കളെ, അങ്ങനെ ഒന്നൊരു കാര്യം, ഇന്നേക്ക് 50-55 വർഷം മുൻപ് ജീവിച്ചിരുന്നവർക്കൊക്കെ അറിയാൻ കാലം. എനിക്കറിയാം, എൻ്റെ ഒരു അടുത്തറിയാവുന്നൊരു പിതാവ്. ആ പിതാവിൻ്റെ അപ്പനോട് പറഞ്ഞു പറക്കോട് ചന്തയിൽ പോകാൻ കണ്ട് രാവിലെ വരണമെന്ന്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ രാവിലെ കഠിനാധ്വാനം ചെയ്യുന്ന അടിമയാണല്ലോ. രാവിലെ ചെല്ലാൻ ഒരല്പം വൈകി. ആ മുറ്റത്തിട്ട് തന്നെ ഇടിച്ചു കൊന്നു. ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഒരു പിതാവിൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞു. പറക്കോടിനടുത്ത് നടന്നൊരു സംഭവമാണ്. കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? ഓർമ്മയുണ്ട് പലർക്കൊക്കെ? ചില കൂട്ടങ്ങളെ തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്ന ഒരു കാലം. കുഞ്ഞുങ്ങൾ പോലും മാതാപിതാക്കളിലും അധികം പ്രായമുള്ളവരെ കുഞ്ഞേ എന്ന് പേരോട് ചേർത്ത് വിളിച്ചിരുന്ന ഒരു കാലം. കാലഗതി മാറി. എങ്ങനെയാണ് ഈ കാലഗതി മാറിയത്? കർത്താവിന്റെ സത്യസുവിശേഷത്തിന്റെ വരവാണ്. ഹല്ലേലൂയ. സത്യസുവിശേഷത്തിന്റെ വരവാണ് ഈ മാറ്റങ്ങൾ വരുത്തിയത്. അടിമ വ്യവസ്ഥയ്ക്ക് മാറ്റം. മക്കളെ, എബ്രഹാം ലിങ്കൺ, അമേരിക്കൻ ഐക്യനാടിന്റെ 16ാമത് പ്രസിഡന്റായിരുന്ന അമേരിക്ക എബ്രഹാം ലിങ്കൺ അടിമ കച്ചവടം നിർത്തൽ ചെയ്തത് തൻ്റെ തന്നെ ജീവൻ അപഹരിക്കപ്പെട്ട വിഷയമായി പോയി. കാരണം അടിമ കച്ചവടത്തിനെതിരെ, അടിമ വ്യവസ്ഥയ്ക്കെതിരെ എബ്രഹാം ലിങ്കൺ ശക്തമായിട്ട് പ്രതികരിക്കുകയുണ്ടായി. പൂർവികന്മാർ പലരും അങ്ങനെയൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്, നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നത്, നമ്മളൊക്കെ എവിടെയും ചെന്നിരിക്കാൻ സാധിക്കുന്നത്. വ്യവസ്ഥിതികളെയൊക്കെ മാറ്റി എഴുതാൻ തക്ക വേണം ഇത് അക്ഷരാഭ്യാസങ്ങളും ദൈവത്തിന്റെ വചനത്തിന്റെ ആഗ്രഹവും നമ്മൾക്ക് വലിയൊരു വഴിത്തിരിവായി തീർന്നു പ്രിയരെ. മക്കളെ, അങ്ങനെയായിരുന്നു ഒരു അടിമ വ്യവസ്ഥയിൽ. റോമാ കാലത്ത്, ആ കാലത്ത് 12 ലക്ഷത്തോളം 12 കോടിയോളം മനുഷ്യരുണ്ടായിരുന്നു. ആ കാലത്ത് റോമാ പട്ടണത്തിൽ 12 കോടിയോളം മനുഷ്യരുണ്ടായിരുന്നു. 12 കോടി മനുഷ്യരില് 6 കോടിയോളം അടിമകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാലം, ഒരവകാശമില്ല, ജീവിതമില്ല. യജമാന്റെ ഇഷ്ടപ്രകാരം മാത്രം നിൽക്കുന്ന ഒരു കാലത്ത് യജമാന്റെ വീട്ടിൽ നിന്ന് മോഷണ വസ്തു കൊണ്ട് ഓടി രക്ഷപ്പെട്ടവൻ അവൻ എവിടെയോ ചെന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ മടക്കി യജമാനിന്റെ അടുക്കിലേക്ക് വിട്ട് അവനൊരു പുതിയൊരു അനുഭവമാക്കി തീർക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ സത്യവചനം, ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന് വരുത്തുന്ന മാറ്റമാണ്. ലോക ചരിത്രത്തിൽ തന്നെ അടിമ വ്യവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്താൻ തക്ക വേണം ഉപോത്ബലകമായ ഒരു അനുഭവമായിരുന്നു ഈ ഫിലോമോന്റെ ലേഖനമെന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയരെ, ഞാൻ വളരെ വേഗം കടന്നു പോകട്ടെ, സമയം വളരെ വേഗം പോകുന്നുവല്ലോ. മക്കളെ, മഹാഭാവിയായിരുന്ന വളരെ നീചനായിരുന്ന ഒരു മനുഷ്യൻ അക്കാലത്ത് വേണമെങ്കിൽ ഫിലോമോന് വേണമെങ്കിൽ ഈ ഒനേസിമോസിനെ റെയ്ഡ് ചെയ്ത് കൊണ്ടുവന്ന് കൊന്നുകളയാമായിരുന്നു. പോട്ടെ, ഇപ്പോൾ വീട്ടുപടിക്കൽ വന്നപ്പോഴെങ്കിലും ഒരു അടിമയോട് ചെയ്യേണ്ടതാകുന്ന നിയമപരമാകുന്ന പ്രവൃത്തികൾ ചെയ്യാമായിരുന്നു, കൊന്നുകളയാമായിരുന്നു. പക്ഷേ സുവിശേഷത്തിന്റെ അനുഭവത്തിലായ ഫിലോമോന് അത് ചെയ്യുവാൻ തക്കവണ്ണം പറ്റാത്ത രീതിയിൽ അവൻ നിർബന്ധിതനായി. അവൻ അടിമയെ സ്നേഹിച്ച സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം മകനെ പോലെ, സ്വന്തം ഗുരുവിനെ പോലെ, സ്വന്തം യജമാനെ പോലെ, സ്വന്തം ആത്മീയ പിതാവിനെ പോലെ കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനമാണ് മാറ്റം വരുത്തിയത്. നോക്കണമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദേശമേ, എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എത്ര വിധമാകുന്ന പാപവും അതിന്റെ ഏത് വിധമാകുന്ന കഠിനതകളും നമ്മളെ അലട്ടുന്നുണ്ടോ, സുവിശേഷമാണ് നമുക്ക് മാറ്റം തരുന്നത്. സുവിശേഷത്തിലുണ്ടാകുന്ന മാറ്റമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മൊത്തം മാറ്റിമറിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഒരു കഥ എനിക്ക് ചിന്തിക്കുന്നു. വളരെ വേഗം ഞാൻ കടന്നു പോകാം. നമ്മളെ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഓമന പേര് പറയുന്ന ഒരു മുടിയൻപുത്രൻ. പക്ഷെ മുടിയൻപുത്രനല്ല, അവന്റെ സഹോദരനാണ്, ജ്യേഷ്ഠനാണ് മുടിയൻപുത്രൻ. അവനല്ല മുടിയൻപുത്രൻ. അവന് അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് സ്വത്തുവകയിൽ നിന്ന് തരുവാനുള്ളതെല്ലാം തരണം, എനിക്കിങ്ങനെ കൂട്ടുകാർ ചേർന്നൊക്കെ ഒന്ന് ജീവിക്കണം, എനിക്കിങ്ങനെ പശുവാടും കൃഷിയൊക്കെ ആയിട്ട് ജീവിച്ചാൽ പോരാ, എനിക്കെന്റെ ഇഷ്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് അപ്പനോട് അപ്പന്റെ പേരിൽ നിന്നും അപ്പനിൽ നിന്നും ലഭിക്കേണ്ടതാകുന്ന എല്ലാ സാമ്പത്തിക നന്മകളും വാങ്ങിയിട്ട് ഇവനൊരു യാത്രയ്ക്ക് പോയി കൂട്ടുകാരും ചേർന്ന്. അവൻ പോയ വഴിയിൽ ചെന്നിട്ട് എല്ലാം വിറ്റ് നാനാവിധമാക്കിയെന്നാണ് വചനം പറയുന്നത്. എല്ലാം മുടിച്ചു തുലച്ച് കളഞ്ഞു, എല്ലാം അന്യായപ്പെടുത്തി കളഞ്ഞു. അവസാനം അവന് ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അവൻ പന്നിയെ മേയ്ക്കാൻ പോയി എന്ന് പറയുന്നു. നോക്കണമേ, അപ്പന്റെ കയ്യിൽ നിന്നും പിതാവിൻ്റെതായ രീതിയിൽ അല്ലെങ്കിൽ പിതൃസ്വത്തായി ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം അപ്പനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയവൻ അവൻ വല്ല നാട്ടിലും പോയി അതിനെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു, തന്നിട്ടക്കാരനായിട്ട് ജീവിച്ചു.
അവസാനം അവൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവൻ ഒരു നേരത്തേക്ക് ആഹാരത്തിന് വഴിയില്ലാതെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? പന്നിക്ക് കൊടുക്കുന്ന വാളവരെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് അവൻ ആഗ്രഹിച്ചു. അതാണ് വഴിതെറ്റു പോകുന്നവൻ്റെ അവസ്ഥ. ഇതാ വഴിവിട്ടു പോകുന്നവൻ്റെ അവസ്ഥയാണിത്. നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ശ്രേഷ്ഠതകളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുവാൻ തക്കവണ്ണ സാധ്യതകളുള്ളപ്പോഴും ആ സാധ്യതകൾക്ക് വില കൽപ്പിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം തനിക്ക് ബോധിച്ച വഴിയിൽ പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഞാൻ അതിലേക്കൊന്നും അധികമായിട്ട് ഇറങ്ങുന്നില്ല. ഇന്ന് ലാസ്റ്റ് ദിവസമാണല്ലോ. ഇവൻ അവിടെ നിന്നിട്ട് പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും കിട്ടാതെ വന്നു. പട്ടിണി കൊണ്ട് അവന് നിപ്പും നിലയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവന് സുബോധം വന്നു. അവന് സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ, എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഭക്ഷണം കഴിച്ച് ശേഷിപ്പിച്ചിട്ട് ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കപ്പെട്ടിരിക്കുന്നു, നശിച്ചു പോവുകയാണ്. വിശപ്പിന് ആഹാരത്തിന് വഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പന്റെ വീട്ടിൽ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും, എല്ലാവിധമായ സ്വസ്ഥതകളും ഉണ്ടായിരുന്നിട്ടും, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനൊന്നും വില കൽപ്പിക്കാതെ അവൻ അപ്പനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. ലാസ്റ്റിൽ അവൻ എന്ത് പറ്റി? അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുകയാണ്, യുദ്ധം ചെയ്ത് തളർച്ച വരുമ്പോൾ ബുദ്ധിയിൽ നല്ല വിവേകം ഉദിച്ചിടാവുന്ന കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയും പ്രകാരം അവന് വിനാശകാലേ വന്നതാകുന്ന വിപരീത ബുദ്ധിയിൽ അകപ്പെട്ടിട്ട് ആകെ തകർന്നു തരിപ്പണമായി ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അവൻ അവൻ്റെ വീടിനെ കുറിച്ച് ഓർക്കുകയാണ്. എൻ്റെ വീട്ടിൽ എത്രയോ വേലക്കാർ ഭക്ഷിച്ച് പാനം ചെയ്ത് മിച്ചമായിട്ടുള്ളത് കൊണ്ട് കളയുന്നു. എനിക്കോ പന്നികൾക്ക് കൊടുക്കുന്ന ഒരു വാളവര പോലും കിട്ടുന്നില്ല ഭക്ഷണത്തിന് വേണ്ടി. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു പോകും. അപ്പനോട് പറയപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് വായിച്ചു വിട്ടയോ? ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഒരു മടങ്ങി വരവാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 പോലുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവ് പറയുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവാണ്. അവന്റെ ജീവിതത്തിലെല്ലാം അനുഭവിച്ചു, എല്ലാം സഹിച്ചു, സഹിക്ക് വയ്യാതായി. ഇപ്പോൾ സകലം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു, ഇല്ലായ്മയുടെ കാലം വന്നപ്പോൾ കൂട്ടുകാരും നഷ്ടപ്പെട്ടു. ആരുമില്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. എന്നെ കേൾക്കുന്ന പ്രിയ ദേശമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദേശവാസികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിൽ ചില ജീവിതങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഒരു മടങ്ങി വരവനായിട്ട് വിശ്വാസ ജീവിതത്തിൽ വന്ന് വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധിക്കും വേർപാടിനും വില കൽപ്പിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം പോയ ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, നിനക്കൊരു മടങ്ങി വരവിന് വേണ്ടി നീ ആഗ്രഹിക്കുമോ? ഒരു മടങ്ങി വരവിന് വേണ്ടി നീ ചിന്തിക്കുമോ? ഒരു മടങ്ങി വരവിന് വേണ്ടി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതേ, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം തരുവാൻ തക്ക വേണം. നിന്നെ ഇന്ന് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ആ ഇരുളടഞ്ഞ അവസ്ഥകൾക്കൊരു മാറ്റം തരുവാൻ തക്ക വേണം. എന്റെ ദൈവം മതിയായ ദൈവമാണ് എന്ന് ദൈവാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇവിടെ നോക്കണമേ, അവൻ അപ്പൻ്റെ വീട് വിട്ടു പോയി അനുഭവിക്കാവുന്നത് പരമാവധി അനുഭവിച്ചു. വിശ്വാസ ജീവിതത്തിന് ഇപ്രകാരം ഒത്തിരി പേരുണ്ട്. അപ്പൻ്റെ വീട് വിട്ടു പോയിട്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് നല്ല ചുട്ട അടി വാങ്ങിച്ചിട്ട് കിടന്ന് നെടുവീർപ്പിടുന്നവരെ അനേകരെ എനിക്കറിയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, അവൻ്റെ സുബോധം വന്നു. അവൻ പറയുകയാണ്, അപ്പൻ്റെ വീട്ടിലേക്ക് കടന്നു പോകും, അപ്പനോട് ഞാൻ ക്ഷമ പറയും, അപ്പനോട് ഞാൻ നിരപ്പ് പ്രാപിക്കും. എന്നിട്ട് വായിച്ചേ, തുടർന്ന് വായിച്ചേ. നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഇവിടെ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇനി നിന്റെ മകൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് അപ്പനോട് ഞാൻ പറയുമെന്ന് അവൻ പറയുകയാണ്. അവൻ എഴുന്നേറ്റു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു. ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ അപ്പന് മനസ്സലിഞ്ഞു. ഓടിച്ചെന്ന് അവന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. മകന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. അവനെ ചുംബിച്ചു. മകൻ
അവനോട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനിയും നിന്റെ മകനെന്ന് വിളിപ്പാൻ തക്കവണ്ണം ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരൊരുവനായിട്ട് എന്നെ ചേർക്കണമേ. അതെ പ്രിയ സ്നേഹിത, താങ്കൾക്കൊരു ബോധമുണ്ടാകുമോ? തന്റെ അവസ്ഥയെ മാറ്റം തക്കവണ്ണം എന്റെ ദൈവത്തിന് സാധിക്കും. ജീവിക്കുന്ന ദൈവമാണ്. ഒരു കാലത്ത് ഞാൻ ഈ നാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടന്നവനായിരുന്നു. ചെറുപ്രായത്തിൽ പോളിയോ രോഗം ബാധിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോളിയോ രോഗം ബാധിച്ച് കാലുകൾ മടങ്ങിപ്പോയൊരു വ്യക്തിയായിരുന്നു. അന്ന് ഞങ്ങൾ ബ്രദറിന് വിശ്വാസത്തിലായിരുന്നു. അന്ന് ഞങ്ങളോട് ആത്മീയ കൂട്ടായ്മ പങ്കിട്ട പ്രിയ ഏലിക്കുട്ടി അമ്മാമയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ ദിവസം എന്നെ കണ്ടപ്പോൾ പറയുകയുണ്ടായി, ആ കാലത്ത് 70-72 കാലത്ത് വിശ്വാസത്തിൽ അന്ന് വന്നവരുടെ കൂട്ടി നമ്മളൊക്കെ ഉള്ള വിശ്വാസത്തിലെന്ന്. ബാക്കിയുള്ളവരൊക്കെ വിട്ടുപോയവരൊക്കെ പട്ടുപോയി. ഒട്ടുമുക്കാലും പേര് കയറിൽ തൂങ്ങി. ഒത്തിരി പറയുവാനുണ്ട്. അനുഭവങ്ങൾ ഒത്തിരി ഓർമ്മയിൽ വരുന്നുണ്ട്. എന്നാൽ യേശു അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി. അവരുടെ മുഖമോ ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ പ്രിയരെ, ഞാൻ ഈ ദേശവാസിയാണ്. എൻ്റെ മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നേക്ക് 40-45-50 വർഷത്തിന് മുൻപ് ഒരു ക്ഷയരോഗിയായിരുന്ന ഒരു പിതാവിൻ്റെ മകനായിരുന്നു ഞാൻ. 30-35 വയസ്സുള്ളപ്പോൾ ഒരു മഹാക്ഷയരോഗം ബാധിച്ച് രോഗക്കിടക്കയിൽ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് ചുരുണ്ടുകൂടി ഒച്ചുപോലെ എല്ലുംകോലമായി തീർന്ന ഒരു പിതാവുണ്ടായിരുന്നു എനിക്ക്. വീട്ടിൽ മഹാപട്ടിണി, കഷ്ടതയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഞെരുക്കവും. നല്ല യൗവനത്തിൽ 30-32 വയസ്സുള്ളപ്പോൾ വീടിൻ്റെ സകല ഭാരവും തലയിലേറിയ ഒരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. എന്നാൽ യേശുവിനെ കണ്ടത് നിമിത്തമായിട്ട് ജീവിതത്തെ മാറ്റി എഴുതി. എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാനുണ്ട്, ഈ നാട്ടിൽ ദൈവം എന്നെ മാനിച്ചെൻ്റെ ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു മുറ്റം കണ്ടാലും എൻ്റെ യേശുവിനെ ഉയർത്താൻ എനിക്ക് പ്രേരണയാണ്. എൻ്റെ കൂടെ ടീമിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു പ്രോഗ്രാം ക്രമീകരിക്കുക. പൈസയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. പൈസ അത് ദൈവം തരും. പണത്തെക്കുറിച്ച് ഭാരപ്പെടരുത്. ഞാൻ എവിടെയും പറഞ്ഞൊരു വിഷയമാണ്, പണം ഒരു പ്യാശ. നമ്മളെ വഴിതെറ്റിച്ച് കളയുന്ന പ്യാശ പണം. ആത്മീയത്തെ കെടുത്തിക്കളയുന്നത് പണമാണ്. പലരുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്നത് പണമാണ്. പണത്തിന് വേണ്ടി ഏത് നീച പ്രവൃത്തികളും ചെയ്യുന്നു, ഏത് ഹീന പ്രവൃത്തികളും ചെയ്യുന്നു. ഉന്നത സ്ഥായികളായിരിക്കുന്ന മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും കൈക്കൂലിയും മറ്റ് കേസുകളിലും അകപ്പെട്ട് പണം നിമിത്തം അവര് അപമാനിതരായി തീരുന്നു. പണത്തെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു വേലക്കാരനെ പോലെ. എനിക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം, പോടാ എന്ന് പറയുമ്പോൾ പോകാനും വരാമെന്ന് പറയുമ്പോൾ വരാനും ഒക്കെ എനിക്ക് ഒരു യൂസ് ചെയ്യാൻ തക്കവണ്ണുള്ള ഉപകാരം. ഇത് നമ്മളെ കയറി പണിയരുത്. നിന്നെ അധികം സ്നേഹിക്കരുത്. സ്നേഹിച്ചു വാങ്ങി പെട്ടുപോയി. എനിക്ക് മാന്യമായിട്ട് താമസിക്കാൻ വീട് വേണം. അത് അതിൻ്റെ ആവശ്യം സമയത്ത് മതി. മാന്യമായിട്ട് വാഹനം യാത്ര ചെയ്യാൻ വാഹനം വേണം. അതിനെ പണമാകാവൂ. ഇത് പൊതിഞ്ഞു കെട്ടി വെച്ചിരുന്നിട്ട് എന്നെ ഇത് വശീകരിക്കരുത്. പലരുടെയും ജീവിതത്തിൽ പറ്റുന്നൊരു കുഴപ്പം ഇതങ്ങ് വശീകരിക്കും. പണം 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 പണം. ഞാൻ പറയുന്നത്, ഓരോ പ്രോഗ്രാമും കഴിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി ഫീലിംഗ് ഉണ്ടാകും. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഇവരൊക്കെ വീടും കൂടെയൊക്കെ ഉള്ളവരാ. പക്ഷെ ഇതുവരെ സുവിശേഷയോഗം നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ആമ്പരം നടത്തും. 1.5 ലക്ഷം 1,65,000 രൂപ വരെ സ്വന്തം പോക്കറ്റിലെ കാശ് കൊണ്ട് ലാസ്റ്റ് 2018 കോവിഡിൻ്റെ സമയത്ത് ഞാൻ കൺവെൻഷൻ നടത്തിയത്. 1,65,000 രൂപ പൂങ്കാവ് ചന്തയിൽ വെള്ളയടിച്ച് നല്ല ഏറ്റവും ബെറ്ററായിട്ട് 10 വർഷമായിട്ട് ഞാൻ കൺവെൻഷൻ നടത്താൻ ലൈവോട് കൂടിയാണ്. അന്ന് എനിക്ക് ലൈവുകാരെ പുറത്തുനിന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് സ്ഥാനങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ചെയ്യുവാണെങ്കിൽ ഐശ്വര്യമായിട്ട് ചെയ്യണം. പണത്തെക്കുറിച്ച് ചിന്തിച്ച് നീതിമാനായ രാജാവായ ദൈവത്തിൻ്റെ അഭിമാനത്തെ കെടുത്തിക്കളയരുത്. ചിലർ കൺവെൻഷൻ നടത്തും. ഒരു കീറിപ്പറഞ്ഞ പ്ലാസ്റ്റിക് ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്ന് ചരിച്ച് മൂല തിരിച്ചൊരു കെട്ടും കെട്ടി മഞ്ഞുവെള്ളവും മഴവെള്ളമെല്ലാം പ്രസംഗിക്കുന്ന പുള്ളികളുടെ മേത്തൂടാണ് വീഴുന്നത്. ഇവനൊക്കെ നടത്താൻ വയ്യെങ്കിൽ നടത്തരുതെന്ന് രാജാവ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതുവഴി ഇതൊരു സാധാരണ ഒരു ബീറ്റ് ഓഫീസർ, ഒരു പോലീസ് വന്നാൽ നമ്മളൊക്കെ വിറയ്ക്കും. സാറേ വിളിച്ച് നിൽക്കും. ഒരു പോലീസുകാരൻ വന്നാൽ പോട്ടെ, ഒരു DSP വരുന്നെങ്കിലോ അയ്യോ ഭയങ്കര വിറയല. ഇവിടെ നോക്കണമേ, 1000 കോടാനുകോടി SP-മാരെയും DSP-മാരെയും പോലീസിനെയും കളക്ടർമാരെയും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന ഈ യൂണിവേഴ്സിനെ ഉണ്ടാകട്ടെ എന്നുരുവിട്ടുളവാക്കിയ ഉലകത്തിൻ്റെ ഉടയനാകുന്ന ഉന്നതനാകുന്ന മഹാദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് അഭിമാനകരമായിട്ട് ചെയ്യണം. ഏറ്റവും ഉചിതമായിട്ട് ചെയ്യണം. ഏറ്റവും മാന്യമായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ കൺവെൻഷൻ നടത്തി.
അതിന് 2 മാസം മുമ്പാണ്, 2 ആഴ്ചക്ക് മുമ്പാണ് എൻ്റെ മോൻ്റെ കല്യാണം നടത്തി. എൻ്റെ മോനെ കല്യാണം നടത്തിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിന് മുറ്റത്ത് ഒരു 25,000 രൂപയോളം പന്തറൊക്കെ ഇട്ടാണ് കൺവെൻഷൻ നടത്തിയത്. മോൻ്റെ കല്യാണം നടത്തി. അപ്പം അതെല്ലാം കഴിഞ്ഞു. കൺവെൻഷനെ കുറിച്ചൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഇരിക്കുന്നിരിപ്പി പെട്ടെന്നൊരു സ്ഥിരതള്ളലുണ്ടാവും, പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവും. അടുത്ത ആഴ്ച മുതൽ കൺവെൻഷൻ, മൈക്ക് സെഷൻ 7 ദിവസം ക്യാപ്പ് വേണം, അത് വെച്ചങ്ങെടുക്കും. ലാസ്റ്റിലെ കൺവെൻഷൻ എല്ലാവരെയും വിളിച്ചു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കരുതി പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടി, കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടി അങ്ങ് ചെയ്യാമെന്നാണ് കരുതിയത്. കാരണം ഇല്ലായ്മ. രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാനോട് പറയുക, എടാ 4 കാശിന് വിലയില്ലാത്ത നിന്റെ മോൻ്റെ കല്യാണം നീ പന്തൽ കെട്ടി വെള്ളയൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ചെയ്തു. ലോകരക്ഷകനാകുന്ന രാജാതിരാജാവാകുന്ന എൻ്റെ വിവാഹത്തിന് വേണ്ടി നീ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി ചെയ്യുമോ? നടത്തണ്ട കുഞ്ഞ്. കേടുവട്ടം തീർക്കാനായിട്ട് വീടിൻ്റെ ചുറ്റിലും അങ്ങ് വെള്ളയടിച്ചു. എല്ലാ സൈഡിലും വെള്ളയടിച്ചു. കുറയ്ക്കരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമോ അതിനപ്പുറം. കാരണം തമ്പുരാനാണ് വലുത്. എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ ദൈവത്തെ വിട്ടു പോകരുത്, ദൈവമാണ് വലുത്. എന്നോട് ഞാൻ ധൈര്യമായിട്ട് പറയുന്ന വിഷയമുണ്ട്. എൻ്റെ ദൈവ വഴി വിട്ട് ഞാൻ പോകുമെന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിനെ വിട്ടു പോകുന്ന ഒരു പ്രവൃത്തി, ഒരു പാപത്തിലോ ഒരു നീചവും ഹീനമാകുന്ന പ്രവൃത്തിയിലോ ഞാൻ അകപ്പെടുമെന്ന് നിനക്ക് ബോധ്യമായാൽ തൊട്ട് തലേന്ന് മാത്യു എന്ന് പറയുന്നവനെ വാഹനത്തിലോ ഏത് തരത്തിലായാലും പ്രാണനെടുത്തേക്കണം. കാരണം പാപത്തിൽ വീഴരുത്. ദൈവമാണ് വലുത്, നിത്യതയാണ് വലുത്, നിത്യസ്വർഗമാണ് വലുത്. 1000 വർഷക്കാലത്തിൽ നിത്യ നരകത്തിൽ പോകാതെ ഇരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നല്ലതായിരിക്കുമ്പോൾ തന്നെ മരിക്കണം. സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തണമെന്ന് പറയുമല്ലോ. ഞാൻ പറയാം, മരിക്കാൻ കൊതിക്കുന്നവരായിരിക്കണം നമ്മൾ പൗലോസ് പറയുന്ന പോലെ. വളരെ വേഗം വാ. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് എനിക്ക് വളരെ വേഗം വരണം, ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇവിടെ നോക്കണമേ, ഇവിടെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഭവനത്തിലേക്ക് വന്നു. ആ അപ്പൻ ആ മകനെ സ്വീകരിച്ചു. വീട്ടിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിരുന്നൊരുക്കുകയാണ്. ആദ്യം നമ്മൾ ചിന്തിച്ചു, നോക്കണമേ, തൻ്റെ യജമാനൻ്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച് ഒളിച്ചോടിപ്പോയവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ ഭവനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ആ ഭവനത്തിലെ ഏറ്റവും മുഖ്യനായി തീർന്നു. ചരിത്രം പറയുന്നത് ഈ ഒനോസിമോസ് കൊലോസ്യയിലെ ഒരു ബിഷപ്പായി എന്നും പിന്നീട് രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ പൗലോസ് ഇങ്ങനെ ഒരു ബോധം തോന്നി, ഈ ഒനോസിമോസിനെ ഫിലോമോന്റെ അടുക്കിലേക്ക് വിടാതെ നിർത്തിയിരുന്നെങ്കിലോ, പൗലോസ് സുവിശേഷം പറഞ്ഞവനെ രക്ഷയിലേക്ക് കൊണ്ടുവരായിരുന്നെങ്കിലോ, 1000 വർഷക്കാലത്ത് നിത്യനര. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ കൂടെ നടക്കുന്ന, നമ്മളെ കേൾക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവർ പലരും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് വിരോധികളായിരിക്കാം, ഒരു പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ലായിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവർ നാളേക്കൊരു പക്ഷേ നമ്മളിലും അധികം സുവിശേഷത്തിന്റെ തീവ്രവാദികളാകുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതിയുള്ളവരാണ്. ഇതിനൊന്നും യോഗ്യതയില്ലാതിരുന്ന എന്നെ ഈ എൻ്റെ ദേശത്തിൽ ഇപ്രകാരം എൻ്റെ ദൈവം നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം എനിക്ക് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിക്കും, എന്നെ വേർതിരിച്ച ദൈവം, എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം, എന്നെ നിലനിർത്തുന്ന ദൈവം ഈ ദേശത്തിൽ പലരെയും കണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മടങ്ങിവരവ് ആവശ്യമാണ് പ്രിയരെ. ദേശമേ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. വായിക്കാം, യെശയ്യാവിന്റെ പുസ്തകം വായിച്ച കുറിവാക്യത്തിലേക്ക് വളരെ വേഗം വരാം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് 18-19 വാക്യം വളരെ വേഗം വായിക്കാം. നമുക്ക് തമ്മിൽ വാദിക്കാം. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപം എത്ര തന്നെ കടും ചുമപ്പായിരിക്കുന്നുവോ. ഒരുപക്ഷേ കൊലപാതകനായിരിക്കാം, ആരും അറിയാത്തൊരു കൊലപാതകനായിരിക്കാം താങ്കൾ. ഒരുപക്ഷേ ചില നീചമാകുന്ന പ്രവൃത്തി നിമിത്തമായിട്ട് ചില കുടുംബങ്ങൾ, ജീവിതങ്ങൾ തീർക്കുന്നൊക്കെ വേണം കാരണക്കാരനായി തീർന്നിരിക്കാം താങ്കൾ. ഒരുപക്ഷേ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില പാപങ്ങൾ ചെയ്തിരിക്കാം, ഒരുപക്ഷേ വലിയ മോഷ്ടാവായിരിക്കാം, ചില അട്ടിമറികൾ നടത്തിയിരിക്കാം. എന്നാലും എന്നെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിത സഹോദര, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിന്റെ നാമത്തിൽ താങ്കളോട് പറയുന്നു, നിങ്ങളുടെ പാപം അത് രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർപ്പാൻ തക്ക വെള്ളം ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിന് സാധിക്കും. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ, നിന്റെ അനുഭവങ്ങൾക്ക് മാറ്റം തരുവാൻ, നിന്റെ തലമുറയുടെ യാതനയുടെ അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ, വിട്ടുമാറാതെ നിൽക്കുന്ന നിന്റെ രോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ, കടവാരത്തിൽ മുങ്ങിത്താണ് ഇപ്പം തന്നെ ഇല്ലാതെ ആയിരിക്കുന്ന പ്രിയ ദേശമേ, ദൈവാത്മാവിൽ പറയുകയാണ്, നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ എന്നൊക്കെ വേണം. ഞാൻ പ്രസംഗിക്കുന്നവനാകുന്ന യേശു മതിയായവനാണ്. നിന്റെ പാപം അത് രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിന് ഹിമം പോലെ ശുദ്ധിയുള്ളതോ വെണ്മയുള്ളതോ ആക്കി തീർപ്പാൻ തക്ക വേണം. യേശു മതിയായ ദൈവമാണ്.
ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ എന്നെ ഒരു കാര്യം കാണിക്കുകയുണ്ടായി. 3 വീടുകൾ അലറി വിളിച്ച് കരഞ്ഞു വിളിച്ച് അയ്യം വിളിക്കുന്ന ഒരു കാലം ഇതാ അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ ഇന്ന് പകൽ സമയത്ത് ദൈവാത്മാവിലിരുന്ന് കാണുകയാണ്. ദേശത്തിൽ ഒരു വലിയ അലമുറ ഉണ്ടാകാൻ പോകുന്നു. ദേശമേ ഉണരുക, ദേശമേ ഉണരുക. ലോകസൃഷ്ടിതാവായ ദൈവത്തിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. പ്രപഞ്ചാധിപനായ ദൈവത്തിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുന്നു. ഉണ്ടാകട്ടെ എന്നൊരു വിട്ടി പ്രപഞ്ചത്തെ ഉളവാക്കിയവനാകുന്ന സൃഷ്ടിതാവാകുന്ന യഹോവയായ ദൈവത്തിന്റെ സ്നേഹം ദേശമേ നിന്നെ മാടി വിളിക്കുന്നു. ഏത് പ്രശ്നത്തിനാണ് പരിഹാരമില്ലാത്തത്? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെ ഓരോരുത്തരുടെ മൈക്ക് കൈമാറുകയാണെങ്കിൽ പറയുവാൻ ഒത്തിരി അനുഭവമുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്ന പ്രിയ മനോജ് വയനാട് ഒത്തിരി അനുഭവങ്ങളുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മരിച്ച് മണ്ണെറിഞ്ഞു പോകേണ്ട അസ്ഥി പോലും ശേഷിച്ചിരിക്കാൻ തക്കവണ്ണം സാധ്യതയില്ലാതിരുന്നൊരു കാലത്ത് ജീവനുള്ള ദൈവത്തെ അറിയുവാനും ജീവനുള്ള ദൈവത്തുള്ള മാനസാന്തരം ഉണ്ടാകുവാനും ആ മാനസാന്തര നിമിത്തമായിട്ട് സൗഖ്യമുണ്ടാകുവാനും ആ സൗഖ്യ നിമിത്തമായിട്ട് ആരോഗ്യം മടങ്ങി വരുവാനും ആ ആരോഗ്യ നിമിത്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സാക്ഷിയാകുവാനും ആവശ്യമെങ്കിൽ ചാവേറാകുവാനും പ്രാപ്തിയുള്ളതാക്കി തീർത്താണ് ഈ സുവിശേഷത്തിൻ്റെ പ്രവചനം. ദൈവത്തിന് സ്തോത്രം. നിരവധി കാലങ്ങളായിട്ട് ഈ ദേശത്തിൽ സുവിശേഷങ്ങൾ നടത്തിക്കും. വചനം അറിയാത്തവരല്ല പ്രിയരെ, വചനം അറിയാത്തവരല്ല. പക്ഷെങ്കിൽ ശത്രു ദുഷ്ട പിശാച് കുരുട്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ വചനം പറയുന്നു, നിന്റെ പാപത്തെക്കുറിച്ച് നീ ഭാരപ്പെട്ട് നീ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. നീ എഴുന്നേൽക്കുക, ഈ സത്യസുവിശേഷത്തിൻ്റെ വക്താവായി തീരുക, ഇതിൻ്റെ ഗുണഭോക്താവായി തീരുക, ഇതിൻ്റെ നന്മയെ അനുഭവിക്കുക. ചൂള പോലെ കത്തുന്ന ഒരു ദുർദിനം വരുന്നു. ഏതഹങ്കാരികളും താളടിയാകുന്ന ഒരു കാലം അടുത്തിരിക്കുന്നു എന്ന് വചനം പറയുകയാണ്. പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു, പാപത്തിന്റെ വസ്ത്രങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കണമേ, ഈ നാളുകളിൽ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത് എത്രയെത്ര വ്യസനകരമാകുന്ന അനുഭവങ്ങളാണ്. മനസാക്ഷി മരവിച്ചു പോകുന്നത്, മനസാക്ഷി മരിച്ചു പോകുന്നത്, കേൾക്കാൻ ഇഷ്ടമല്ലാത്ത എത്ര വാർത്തയാണ് ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ പോലും പറയുകയുണ്ടായി, ദേശക്കാര്, സോഷ്യൽ വർക്കേഴ്സ്, സാമൂഹിക പ്രവർത്തകരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കണം. ഇന്നത്തെ ഈ കേരളം അനുഭവിക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെയും അപ്രകാരമുള്ള തിന്മയ്ക്കും ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. സകല മനുഷ്യരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു എന്ന് ഒരു സർക്കാർ സംവിധാനം പോലും പറയേണ്ട ദുരവസ്ഥ എത്തിയിരിക്കുകയാണ്. കാരണം ഇത് അന്ത്യകാല ലക്ഷണങ്ങളാണ്. ഇതിന് മാറ്റം ഉണ്ടാകുകയില്ല. ഇനി ഇത് വർദ്ധിക്കുകയുള്ളൂ പ്രിയരെ, ഇത് പെരുകുകയുള്ളൂ പ്രിയരെ. പാപം അതുപോലെ അതിന്റെ ഉത്തുംഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാപം അതിൻ്റെതാകുന്ന ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില ദൈവമക്കൾ ഉള്ളതുകൊണ്ടും അവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയും ഫലമായതുകൊണ്ടും ദേശത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയ വേദനയുണ്ടായി, ഒരു വലിയ ഭാരം നേരിടേണ്ട അവസ്ഥയുണ്ടായി മലശ്ശേരി ദേശത്തിൽ. അപ്പോൾ ഒരു ദൈവദാസനോട് ചോദിച്ചു, പാസ്റ്റേ, ഒരു 10 വിശുദ്ധന്മാരുണ്ടായിരുന്നുവെങ്കിൽ ആ ദേശത്തിൽ അത് സംഭവിക്കുകയില്ലായിരുന്നു. ഞാൻ പറയുന്നു, ശരി തന്നെ, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാകാം. അതെ, ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേശത്തെ ദൈവം സന്ദർശിക്കും. അനിഷ്ട സംഭവങ്ങൾക്ക് നീക്കം വരുത്തും, പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ അയൽഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവര് വെറുതെ കൊട്ടാനും പാടാനും മാത്രമുള്ളവരല്ല. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസങ്ങളും ദേശത്തിന് എപ്പോഴും ഒരു കാവലാണ്, കരുതലാണ്, കോട്ടയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിരുവചനം വായിക്കുന്നു, വിശുദ്ധന്മാരോ ദേശത്തിലുണ്ടെങ്കിൽ അവർ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം പ്രവർത്തിക്കും. അതെ, ദേശത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരോടും പറയുകയാണ്, നമ്മുടെയൊക്കെ കൈവിട്ടു പോകുന്നൊരു സമയം അടുത്തിരിക്കും. 2018 കോവിഡ്, 2018 വെള്ളപ്പൊക്കം വന്നു. അന്ന് മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി. ദൈവത്തിന്റെ സ്തോത്രം. ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കി, ആറന്മുള ഭാഗത്തൊക്കെ 4-5 നിലയിലാണ് വെള്ളം അവിടെ ഉയർന്നത്. 8-10 ക്യാമറ വെച്ച വലിയ വലിയ വീടുകളെല്ലാം ചേറിനകത്ത് പൊതഞ്ഞു കിടക്കുകയാണ്. പമ്പാ നദി 8-10 കിലോമീറ്റർ വീതിയിലാണ് പമ്പാ നദി ഒഴുകിയത്. കോടീശ്വരിമാരാകുന്ന പ്രിയപ്പെട്ടവരൊക്കെ
ഓറനടിച്ച് വണ്ടികൾ വരുമ്പോൾ ആ വണ്ടിയുടെ മുൻപാകെ പൊതി വാങ്ങിക്കാനും ബ്രെഡ് വാങ്ങിക്കാനും ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുവാനും അതെ ലൈനായിട്ട് നിൽക്കുന്നത് കണ്ട കണ്ണ് വളരെ വേദന തോന്നുകയാണ്. ഗുജറാത്തിലും മറ്റും ഭൂകമ്പം ഉണ്ടായപ്പോൾ കണ്ട കാഴ്ചയാണ് കേരളത്തിൽ 2018 കണ്ടത്. ജാതി മതഭേദം നോക്കാതെ വണ്ണം ആരും കൊടുക്കുന്ന ഭക്ഷണം കഴിപ്പാൻ മനുഷ്യൻ ആർത്തുകൊണ്ട ഒരു കാലമുണ്ടായിരുന്നു. ഈ 2018 ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു 80 വയസ്സുള്ള ഒരു മാതാവിനെ കൊണ്ട് മകൻ 50 വയസ്സുള്ള മകൻ ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഇരുന്ന വീട് ഞാൻ പോയി കണ്ടതാണ്. 3 ദിവസം 2 പകലും 2 രാത്രിയും അമ്മയെ വലിച്ച് ടാങ്കിന്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ആ ടാങ്കിന്റെ പകുതി വരെയും വെള്ളം കരകവിഞ്ഞൊഴുകുകയാണ്, കടൽ പോലെ ഒഴുകുകയാണ്. 80 വയസ്സുള്ള വൃദ്ധയാകുന്ന മാതാവിനെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അതും മേളിലേക്ക് വെള്ളം വരും, കൈവിട്ടു പോകുമെന്നുള്ളതാകുന്ന ബോധ്യത്തിലിരിക്കുകയാണ്. നമ്മളൊക്കെ സോറി പറയേണ്ട ഒരു കാലം വരുന്നു, അടുത്തിരിക്കുന്നു. സുനാമി വന്നു. മക്കളെ, വെറും നിസ്സാരം 10 രൂപയ്ക്ക് കിട്ടുന്ന സോപ്പ് അതിൻ്റെ ഒരു വിരലെ ഈർക്കിലിൽ പരട്ടി നമ്മുടെ കൈയൊന്ന് കഴുകിയാൽ മതി. ആ സുനാമിയുടെ അണുക്കൾ പോകും. പക്ഷെ നമ്മളെ കൊണ്ട് അത് പോകുന്ന പലതും. എത്ര കോടീശ്വരന്മാരാണ്, എത്ര ഉന്നതന്മാരാണ്, ജനലക്ഷങ്ങളാണ് ഈ സ്തോത്രം ഈ വ്യാധിയിൽ കടന്നുപോയത്, കോവിഡ് എന്ന് പറഞ്ഞ വ്യാധിയിൽ കടന്നുപോയത്. നമ്മളൊന്നുമില്ല. നമ്മുടെയൊക്കെ ചിന്താഗതിയൊക്കെ നമ്മളെന്തോ സംഭവമാണെന്ന്. ഒരു സംഭവമല്ല. പുറത്തേക്ക് പോകുന്ന ശ്വാസം അകത്തേക്ക് വരുവാൻ ഒരല്പം വൈകിയാൽ പ്രിയരെ നമ്മുടെ വീടിൻ്റെ മുൻപിൽ നീല ടാർപ്പ കെട്ടേണ്ട അവസ്ഥയുണ്ടാകും. വളരെ വേഗം നമ്മൾ ഈ കാര്യം ചിന്തിക്കണം. ചുള പോലെ കത്തുന്ന ഒരു ദുർദിനം വരുന്നു. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കുവാൻ യേശുവിന് സാധിക്കും. അതെ, ഏറ്റുപറയുമോ? എന്നെ കേൾക്കുന്ന പ്രിയ ദേശമേ, നീ ഒന്ന് ഏറ്റുപറയുമോ? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന വ്യക്തിയുമായി വിളിച്ചു കൂവിയതുപോലെ, കരഞ്ഞു വിളിച്ചതുപോലെ, യേശുവേ എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം തരണമേ. യേശുവേ, എൻ്റെ തലമുറയുടെ ഈ വിഷയത്തിനൊരു പരിഹാരം തരണമേ. യേശുവേ, എൻ്റെ ഈ കടഭാരത്തിൽ നിന്നും, യേശുവേ എൻ്റെ ഈ നിന്ദയിൽ നിന്നും, യേശുവേ എൻ്റെ ഈ വേദനയിൽ നിന്നും, യേശുവേ എൻ്റെ ഈ ആക്ഷേപത്തിൽ നിന്നും എനിക്കൊരു പരിഹാരം തരണമേ എന്ന് എത്ര ജീവിതങ്ങൾ തങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിനോടൊരു വാക്ക് ചിന്തിക്കുമോ, യേശുവിനോട് നിങ്ങളൊരു വാക്ക് യാചിക്കുമോ, യേശുവിനോട് വാക്ക് പ്രാർത്ഥിക്കുമോ, നിശ്ചയമായിട്ടും ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഗജഗജാന്തം മാറ്റം തരുവാൻ തൊക്കെ വേണം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ തൊക്കെ വേണം, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരുവാൻ തൊക്കെ വേണം. ഞാൻ പ്രസംഗിക്കുന്ന ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു മതിയായവനാണ് എന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ്. യേശുവിന് സാധിക്കാത്ത ഒരു കാര്യമില്ല. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. അതെ, ജീവിതത്തിൽ നീതിമാൻ അനർത്ഥങ്ങളുണ്ട്, പക്ഷെങ്കിൽ ദൈവം വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. ഈ ദൈവത്തെങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. 3 നാളിൽ ഇവിടെ ദൈവദാസന്മാർ കടന്നു വന്ന് ഈ ദേശത്തിൽ സുവിശേഷ യോഗം നടത്തിയത് പൈസയുടെ തിരതള്ളൽ കൊണ്ടല്ല. ദേശത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാണ്. ദേശത്തിൽ ചിലർക്ക് വിടുതലിന് വേണ്ടി, ദേശത്തിൽ ചില ജീവിതങ്ങൾക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി, ദേശത്തിൽ ചില ജീവിതങ്ങൾക്ക് സൗഖ്യത്തിന് വേണ്ടി, ദേശത്തിൽ ചില ജീവിതങ്ങൾ നിത്യതയുടെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്ക വേണം പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രിയരെ ഈ 3 ദിവസം ഈ മുറ്റത്തിൽ ഇങ്ങനെ ഒരു സുവിശേഷ മഹായോഗം, ഈ സുവിശേഷ മഹോത്സവം നടത്തുവാൻ തക്ക വേണം ദൈവം ഇടവരുത്തിയത്. പക്ഷെ മാത്യു മലശ്ശേരിക്ക് പൈസ കൂടിപ്പോയതുകൊണ്ടല്ല, പക്ഷെ ജി തോമസിന് പൈസ കൂടിപ്പോയതുകൊണ്ടല്ല, സാധുക്കളായ വിശ്വാസികളാകുന്ന ചുരുക്ക ചില കുടുംബങ്ങളെ ഉള്ളൂ. പൈസ കൂടി പോയതുകൊണ്ടല്ല പ്രിയരെ. നീതിമാനായ ദൈവത്തിന്റെ നീതി പ്രവൃത്തിക്ക് വേണ്ടി സാക്ഷ്യമായി തീരുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ള നിർബന്ധമുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു സുവിശേഷ യോഗം ഈ മുറ്റത്തൊരുക്കിയത്. ഞാൻ പറയുന്നൊരു വിഷയമാണ്. എനിക്കറിയാം എൻ്റെ ദൈവം അരുതെന്ന് പറഞ്ഞാൽ, അത്യാവശ്യം അരുതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും എൻ്റെ ഭാര്യ ഒരു ലങ്സ് പേഷ്യൻ്റ് ആയിരുന്നു ദീർഘവർഷങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് 26 വയസ്സുണ്ട്. അവർക്ക് 2-3 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്ന വയ്യാത്ത ഒരു ഭാര്യയും കൊണ്ട് ഞങ്ങൾ 2 മല കയറി വന്നത് മണിക്കൂറുകളെടുത്താണ് വന്നത്. ലങ്സ് പേഷ്യൻ്റ് ആയിരുന്നു. സ്തോത്രം. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് 10-15 വയസ്സുള്ളപ്പോൾ ഒരു മരണാസന്നയായി പ്രാണൻ വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി. അയൽവക്കക്കാരെല്ലാം കൂടി പറഞ്ഞു, ഈ ശബ്ദം എൻ്റെ അവിടെയും കേൾക്കുന്നുണ്ട്, അയൽവക്കക്കാരും കേൾക്കുന്നുണ്ട്, ഗ്രേസി മരിച്ചേ എന്ന് പറഞ്ഞ് കരവിളി കൂട്ടി. ഞാൻ പറഞ്ഞു, ഇല്ല ദൈവമേ, ഇല്ല, ഇപ്പോൾ വിട്ടുതരികയില്ല.
ഈ 11 വയസ്സുള്ള 2 ഇരട്ട പെൺകുഞ്ഞുങ്ങളെ എനിക്ക് വളർത്താൻ എനിക്ക് പെങ്ങന്മാരില്ല, എൻ്റെ അമ്മയ്ക്ക് തക്കവണ്ണാനൊക്കെയുള്ള പ്രാപ്തിയില്ല, ഇവർക്കൊരു സ്ത്രീ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു വന്നു. ഐസ് പോലെ തണുത്തു, കാലും കൈയും കെട്ടി കെട്ടൊക്കെ അഴിച്ചു. ദേശത്തിലെ കാര്യമാണ് പറഞ്ഞത്. പിന്നെയും ജീവിതത്തിൽ ചില നന്മകൾ കാണുവാനും കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധി കാണുവാനും അവരുടെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും മറ്റുമൊക്കെ കാണുവാനും അതൊക്കെ അനുഭവിക്കാൻ ദൈവം അവസരമൊരുക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിളിച്ചാൽ വിളിയേക്കുന്നവനാ. ഒന്ന് കണ്ടു നോക്ക്, പറയാതിരിക്കാൻ വഴിയില്ല. ഇവിടെ ഒരു കാലത്ത് ഞാൻ ഒരു നേരത്തെ ആഹാരം ഇവിടെ വന്നാൽ കിട്ടുമെന്ന് കരുതി കടന്നു വന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ മകനെ ഫ്രാൻസിൽ നിരവധി പേർ ജോലി ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഉടമയാണ്. ഈ പുസ്തകം എടുക്കുന്നവരെ ആരെയും വെറുതെ വിട്ടിട്ടില്ല ദൈവം. കുഞ്ഞുങ്ങളൊക്കെ 18-19 വയസ്സ് കഴിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ് പോയി പഠിച്ചത്. 19ാമത്തെ വയസ്സിൽ എൻ്റെ മകൻ ഫ്രാൻസിൽ പോയി MBA പഠിച്ചു. ഈ പുസ്തകം എടുത്തതിൻ്റെ ഗുണമാണെന്ന് ഒന്നും പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആരും രക്ഷിക്കത്തില്ല. രക്ഷിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, വിടിയിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, സഹായിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി രക്തം തന്ന് നമ്മുടെ പ്രാണനെ രക്ഷിച്ചവനാകുന്ന യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്വന്തം സഹോദരങ്ങൾക്ക് നമ്മുടെ ചില വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല, മാതാപിതാക്കൾക്ക് പറ്റുകയില്ല, നമ്മുടെ രാഷ്ട്രീയ സ്നേഹിതർക്ക് പറ്റുകയില്ല, നമ്മുടെ മിത്രങ്ങൾക്ക് പറ്റുകയില്ല, മറ്റു പലർക്കും പറ്റുകയില്ല. പ്രിയരെ, യേശുവിന് പറ്റുമെങ്കിൽ ഒരു സെക്കൻഡ് മതി നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ. ദിവസങ്ങളൊന്നും വേണ്ട. ഈ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെല്ലാവർക്കും ഉണ്ടാകാൻ ഇടവരുത്തട്ടെ. വളരെ ശാന്തമായിട്ട് വീടിൻ്റെ കോലാന്തയിലും വീടിൻ്റെ ഉള്ളറകളിലും കിടക്കയിലുമൊക്കെ ഇരുന്ന് വചനം കേട്ട നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുവോ, ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ചില ജീവിതങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയും ചില വിടുതലിൻ്റെ അനുഭവത്തിന് വേണ്ടിയും ഇവിടെ ഗേറ്റ് കടന്നു വരുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ കണ്ണിത ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം ചില ജീവിതങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. ചില ജീവിതങ്ങളെ മാനസാന്തരത്തിന് വേണ്ടി നിത്യമായി നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യസ്വർഗത്തിന് വേണ്ടി വേർതിരിയപ്പെടാൻ തക്കവണ്ണം ദൈവം ചില ജീവിതങ്ങളെ കണ്ടിരിക്കുന്നുവെന്ന് ദൈവാത്മാവ് ബോധിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാം. നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഒരുക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.